Praise the Lord. Good evening, church. Greetings to all the pastors and all the believers. What a joy to be in the presence of God this morning, this evening. Amen. Hallelujah. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ജിജി പാസ്റ്റർക്കായി, എബ്രഹാം പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ആൽബിൻ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I think tonight we have more people. Praise God. Hallelujah. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. Amen. Father, we come to your presence this evening, and Lord, we just want to give you praise and thank you for this wonderful evening time. Oh Lord, blessed Holy Spirit, continue to move upon thy people as you move upon the waters, Lord. Hallelujah. Father God, we pray that you reignite the fire that's within us, Lord. Hallelujah. We pray for the revival to break out again. Hallelujah. Holy Spirit, move in an unprecedented way tonight, Lord. Holy Spirit, move in a mighty way, Lord. Rika baba 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 ramzelenia tura manasmene tolori amdere arbeskel mehatolosi rukaba sendeloriana. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൻ്റെ വാതിൽ തുറക്കണം, ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Father God, I pray that you open the understanding to receive your word, to understand the mysteries of thy word tonight, Lord. Hallelujah. Holy Spirit, continue to empower thy children tonight in a mighty way, Lord. Holy Spirit, Lord, we give you praise. We thank you, Lord. ഹാലലൂയ. കർത്താവേ, നല്ല സഭയ്ക്കായി സ്തുതിക്കുകയാണ്. ദൈവമേ, വലിയ ആത്മീയ ഉണർവിലേക്ക് സഭയെ നയിക്കുമാറാകണമേ. ലോർഡ്, വി ഗിവ് യു പ്രൈസ് ആൻഡ് താങ്ക് യു ഫോർ ദ ലീഡർഷിപ്പ് ഓഫ് ദിസ് ചർച്ച്, ലോർഡ്, ഫോർ ഓൾ ദ ചർച്ചസ്, ലോർഡ്. കർത്താവേ, എല്ലാ ചർച്ചകളെയും അനുഗ്രഹിക്കണമേ, നവീകരിക്കണമേ കർത്താവേ. ഈ രാത്രി ഉപവാസ പ്രാർത്ഥന ഈ സഭയ്ക്കും PMGCന് ഭയങ്കര വിടുതലായി മാറ്റണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീത രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ചില വേദവാക്യങ്ങൾ വായിച്ച് തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. അപ്പോസ്തല ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14. ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രൈസ് ഗോഡ്. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പ്രാർത്ഥന. ഇന്നലെ പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയാണ് ഉണർവിനെ ജനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. Prayer begets revival. Prayer is the key to revival. ലോകത്തിലെ ഏത് ഉണർവിനെയും നമ്മൾ ട്രേസ് ചെയ്ത് നോക്കി അതിൻ്റെ എല്ലാം പിന്നിൽ അതിന് പിന്നിൽ പ്രാർത്ഥനയാണ്. 1950s ഹെയ്ബ്രിഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, നമുക്കറിയാം സ്കോട്ട്ലൻഡിന് അടുത്തുള്ളതായിരിക്കുന്ന സ്ഥലമാണ് ഹെയ്ബ്രിഡ്സ്. അവിടെ ഒരു വലിയ റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് 2 സഹോദരിമാരുടെ പ്രാർത്ഥനയായിരുന്നു. പെഗ്ഗി എന്നും ക്രിസ്റ്റൈൻ സ്മിത്ത് എന്നും പറയുന്നതായിരിക്കുന്ന 2 അമ്മച്ചിമാർ, സഹോദരിമാരായിരുന്നു. ഒരു പ്രായമായി അനേക വർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഹെയ്ബ്രിഡ്സിനെ ഉണർത്തണമേ. ഹല്ലേലൂയ. By the time the revival broke out, they were into old age. They were almost blind. Hallelujah. They are weak physically. But you know, God sent that revival. God answered their prayer. Our God is a God who answers our tears after prayers. Hallelujah. When you and I travail in the Spirit, there is a heaven which responds to your cry and your prayer. Let tears well up in your ears, in your eyes. Hallelujah. Let it trickle down your cheeks. You're going to see miracles happening. Amen.
God never answers the prayer of a lukewarm prayer, a lukewarm person. ദൈവം ഒരിക്കലും ശീതോഷ്ണമായ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നില്ല. ദൈവം മറുപടി നൽകുന്നത്, സ്വർഗം പ്രതികരിക്കുന്നത് ട്രബൈലിംഗ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ അതിവേദനയോടെ, പ്രസവ വേദനയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. God cannot bring down revival through a compromising Christian, a compromising church. നാം വെളിപ്പാട് പുസ്തകം ആദ്യത്തെ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സപ്തസഭകൾക്കുള്ള ദൂത് നമ്മൾ വായിക്കുന്നുണ്ട്. 7 സഭകൾക്കുള്ള ദൂത് വായിക്കുമ്പോൾ ഓരോ ചർച്ചിനും വ്യത്യസ്ത മെസ്സേജാണ് കർത്താവ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് ഡെഡ് ചർച്ചുണ്ട്, കോംപ്രമൈസിങ് ചർച്ചുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? എഫെസോസിലെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട. they had a very stellar leadership. I mean, it was actually established by, it was planted by Paul. Later on, John the Revelator became the pastor of the church. Great men of God have pastored the church. നമ്മൾ വലിയ വലിയ സഭകളെ നോക്കിയാൽ പറയും, ഇന്ന വലിയ ദൈവദാസന്മാരിരുന്ന സഭയാണ് അല്ലേ? ഹല്ലേലൂയ. പക്ഷേ എഫെസോസിലെ സഭയെ നോക്കിയിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആഫ്റ്റർ മെനി ഇയേഴ്സ് ഇറ്റ് വാസ് ഫൗണ്ട്, കർത്താവ് സംസാരിക്കുകയാണ്, എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്, ആദ്യ സ്നേഹം വിട്ടുപോയി. Thou hast lost the first love. ഹല്ലേലൂയ. ഇത് രാത്രിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, ആദ്യ സ്നേഹം പോയിട്ടുണ്ടോ? That can happen in family life, that can happen in spiritual life. ആദ്യ സ്നേഹം. ഹല്ലേലൂയ. ആദ്യ സ്നേഹം പോയാൽ പിന്നെ ആ ലൈഫിനൊരു ഉണർവില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ പോലും ആ ആദ്യ സ്നേഹം അവസാനത്തോളം നിന്നെങ്കിലേ അതിനൊരു സന്തോഷമുള്ളൂ. രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, എവിടെയാണ് നമുക്ക് ചിലത് മടക്കി പിടിക്കാനുള്ളത്, നമ്മളതിനെ മടക്കി പിടിക്കണം, റിട്രീവ് ചെയ്യണം. റിട്രീവ് ദ റിവൈവൽ ടുനൈറ്റ്. It may be personal, it may be congregational. But tonight the Holy Spirit wants you to get it back at any cost. Come on, somebody say hallelujah. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളൊരു നിലവിളി കേൾക്കുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാർ ഒരുമിച്ച് അവർ മരം വെട്ടാൻ പോയി. ഒരു മരം വെട്ടുകാരായതുകൊണ്ടല്ല, they were not woodcutters. They wanted to have an expansion for the ministry. നമ്മൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ്. ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്? നമുക്കൊരു വിശാലത വേണം എന്ന് പ്രവാചകനോട് പറഞ്ഞു. സോ ദ ചർച്ച് ഷുഡ് എക്സ്പാൻഡ്, ദ മിനിസ്ട്രി ഷുഡ് എക്സ്പാൻഡ്. Hallelujah. And more people should come under the umbrella of the church. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ യോർദാനോളം ചെന്ന്, അന്നത്തെ കാലത്ത് യോർദാൻ്റെ വൻകാടുകൾ വലിയ കാടുകളാണ്, അവിടെ ചെന്നാൽ എന്ത് കിട്ടും? നിലമ്പൂര് തേക്കും കാടുള്ള പോലെയാണ്. അവിടെ ചെന്ന് മരം മുറിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ആലയം പണിയാൻ പറഞ്ഞു. ഹഗായിയുടെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മലയിൽ ചെന്ന് മരം മുറിച്ചുകൊണ്ട് വന്ന് ആലയം പണിയുവിൻ, ഞാൻ നിങ്ങളിൽ പ്രസാദിക്കും. ഹഗായി ചാപ്റ്റർ 1. അവിടെ നമ്മൾ വായിക്കുന്നത്, റീഅറേഞ്ച് യുവർ പ്രയോറിറ്റി. ദാറ്റ്സ് ദ മെസ്സേജ് ഓഫ് ഹഗായി. ഉണർവുണ്ടാകണമെങ്കിൽ മുൻഗണനകൾ മാറണം. എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്തത്? നമുക്ക് എത്ര ലെയിം എക്സ്ക്യൂസ് ഉണ്ടല്ലേ? ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും അവധി എടുത്ത് വേണേൽ ഉപവസിക്കാം. പൂർവ്വകാലങ്ങളിൽ അങ്ങനെയായിരുന്നേ. ഇന്ന് നമ്മുടെ പിള്ളേരുടെ ട്യൂഷനും പഠിത്തവും അതൊക്കെ വേണം. എനിക്കുമുണ്ട് പിള്ളേർ, അവർക്കും ഉണ്ട്. ഇതൊക്കെ നമുക്കിന്ന് ഭയങ്കര പ്രയോറിറ്റിയാണ്. വേണ്ടെന്നല്ല, വേണം. പക്ഷേ ഉണർവില്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ പിന്നീട് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന അവിടെയാണ്. ഹല്ലേലൂയ. ഹഗായിയുടെ പ്രവചനം 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, എന്ത് ചെയ്തു? ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ? ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയമല്ല, പക്ഷെ ആത്മാവിനെ ഹേമിപ്പിക്കുകയാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്ന് വാസക എങ്ങനെ പറയാൻ പറ്റും? നിന്നെ നോക്കിയാൽ അറിയാം.
എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകൾ ഇങ്ങനെ പാർക്കാൻ കഴിയും. മൈ ടെമ്പിൾ ലൈസ് ഇൻ റൂയിൻ, ബട്ട് യു ഡോണ്ട് ഹാവ് ദ പ്രയോറിറ്റി, യു ഡോണ്ട് ഹാവ് ദ പാഷൻ ടു റീബിൽഡ് ഇറ്റ് അഗെയിൻ. You are rebuilding, or you are building up your own homes. You have cozy homes. You are enjoying luxury life. ദൈവം അവരെ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് ഒന്നാമത്തെ ഉദ്ദേശം ആലയം പണിയാനുള്ള. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കോരശിൻ്റെ വിളംബരം ഉണ്ടായി. നിങ്ങളിൽ ആരെങ്കിലും ദൈവമായ യഹോവയുടെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലയം പണിയാൻ മടങ്ങിപ്പോകുവിൻ. നമ്മളെയെല്ലാം ദൈവം വിടുവിച്ചതിൻ്റെ ഒന്നാമത്തെ കാര്യം ദൈവരാജ്യമാണ്. ചേർന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയി. നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ ജോലി, നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതത്തിൻ്റെ ബെറ്റർമെൻറ്റ്, നമ്മുടെ വിദേശയാത്ര, ഒത്തിരി കാര്യം. ഒന്നും തെറ്റല്ല. പക്ഷേ മുൻഗണന മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. നമുക്ക് ഏറ്റവും ആവേശമുള്ള കാര്യമായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഒരു സ്തോത്രം എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പിള്ളേരിൽ ചിലർക്ക് പെയിൻറ്റിങ് ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. അവർ പഠിക്കാൻ പറഞ്ഞാൽ അവൻ പറയും ആദ്യം ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ പഠിക്കാം. വേറെ ചില ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ കാണും, കുറ്റപ്പെടുത്താൻ പറ്റരുത്. ദാറ്റ്സ് ദെയർ പാഷൻ. സോ ടുനൈറ്റ്, വാട്ട് ഈസ് യുവർ പാഷൻ? കർത്താവ് നമ്മുടെ ആവേശമായി മാറണം. ഹല്ലേലൂയ. ഇതൊരു ബാധ്യതയായി മാറിയാൽ ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നതെല്ലാം നമുക്കൊരു ബാധ്യതയായിരിക്കും. ഇത് നമുക്ക് പാഷനായി മാറണം. ചേർന്ന കർത്താവിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ലബഹരാദിനിഹത്തുനിയ. ദൈവം എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ മലയിൽ ചെന്ന മരം മുറിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ആലയം പണിയെ ഞാൻ നിങ്ങളിൽ പ്രസാദിക്കും. What do we need? We need the favor of God. When we do what is pleasing unto the Lord, you will have the favor of God. The favor of God can turn around your life. നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ പ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറി മറിയും. ജോസഫിൻ്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നത്. ഹി ഹാഡ് ദ ഫേവർ ഓഫ് ഗാഡ്. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ച് നമ്മൾ വായിക്കുന്നത്. ഹി ഹാഡ് ദ ഫേവർ ഓഫ് ഗാഡ്. ബിക്കോസ് ദാറ്റ് വാസ് വാട്ട് വാസ് ദ പ്രയോറിറ്റി? ദ പ്രയോറിറ്റി വാസ് ഗാഡ് ഇൻ സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവരാജ്യമായിരിക്കണം നമ്മുടെ മുൻഗണന. മുൻഗണന ദൈവരാജ്യമായിട്ട് മാറുമ്പോൾ ബാക്കിയെല്ലാം എൻ്റെ പുറകെ വരും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പാഷനകത്ത ദൈവം പ്രവർത്തിക്കുന്നത്. പാഷനേറ്റ് പ്രെയർ. ദൈവത്തിന് സ്തോത്രം. അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പാഷനേറ്റ് ആയിരിക്കണം. അത് നമ്മുടെ ശബ്ദത്തിലല്ല, ശബ്ദത്തിലും വരാം. അകത്തുനിന്ന് വരുന്നൊരു ആവേശം ദൈവരാജ്യത്തിനുണ്ട്. ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓറൽഹാനിയ പ്രഭാതനരഗജനതഗത്തന ശിബിലിബിരിഗജനതഗടകസിയാന. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർ യോർദാൻ്റെ വൻകാട്ടിൽ പോയി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഒരുത്തൻ്റെ മഴ ഊരി തെറിച്ചു പോയി, അല്ലേ? He lost the axe head in the Jordan, in the waters of Jordan. അവൻ അവിടെ നിലവിളിച്ചു, യജമാനനെ, ആ കോടാലി വായ്പ വാങ്ങിയതായിരുന്നു. ഒരു ചോദ്യം പ്രവാചകൻ ചോദിക്കുന്നത്, ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടത്? Where did it fall? എവിടെയാ വീണത്? എവിടെയാ വീണതെന്ന് ആർക്കെങ്കിലും അറിയോ? ചിലർ പറയുന്നു, പ്രാർത്ഥിച്ച് നോക്കിക്കുക, വീണത് എവിടെയാന്ന് പോലും അറിയില്ല. എവിടെയാ വീഴ്ച സംഭവിച്ചത്? എവിടെയാ പവർ പോയത്? എവിടെയാ ഫയർ പോയത്? എവിടെയാ തീ പോയത്? ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. എവിടെയത് നഷ്ടപ്പെട്ടത്? നമ്മുടെ സഭകൾക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജഡ്ജസ് ചാപ്റ്റർ 16:20 രാവിലെ നമ്മൾ വായിച്ചു. യഹോവ തന്നെ വിട്ടുമാറിയെന്നറിയാതെ, ആരാണ്? ഷിംഷോൻ. He was an epitome of power. He lost, the Lord had departed him. ദൈവം അവനെ വിട്ടുമാറിയെന്ന് അറിയാതെ അവൻ പഴയ പോലെ കൊടഞ്ഞു. പലരും കൊടയുന്നുണ്ട്, ആരാധനയ്ക്കൊക്കെ പലരും കൊടയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ദൈവ സാന്നിധ്യം പോയി. ഒരു ദിവസം കൊണ്ടല്ല അവൻ വീണത്, ഒരു ദിവസം കൊണ്ടല്ല ദൈവനെ വിട്ടുമാറിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്രാജുവൽ ആയിരുന്നു. അനുസരണക്കേടിൽ കൂടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഓർപ്പിച്ച കാര്യം, പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ദിഗ്ഭിക്കരുത്, അല്ലേ? ഓക്കെ, ലെറ്റ് മീ കം ബാക്ക് ആൻഡ് ദൈവം ഇന്ന് രാത്രി ഏൽപ്പിച്ച ദൂതിലേക്ക് പെട്ടെന്ന് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്,
Almost 120 people, including the disciples, including Mother Mary and other Mary and many other Marys, they were all, gathered together to pray unto the Lord. അവരെല്ലാം പ്രാർത്ഥിക്കുക. എന്താണ് അവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്? For the coming of the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഒലിവുമലയിൽ ഒന്നിച്ചു കൂട്ടി കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ കാലത്താണ് അങ്ങ് രാജ്യം യഥാസ്ഥാനത്താക്കാൻ പോകുന്നത്? അവരുടെ ജീവിതത്തിൽ അതൊരു ഏറ്റവും വലിയ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്താണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. സബദി മക്കളുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരുത്തണം. ഇപ്പം മന്ത്രിസഭയൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാവരും പോർട്ട്ഫോളിയോ ഏതാ കിട്ടുന്നതെന്ന് വിചാരിച്ചിരിക്കുക. പറഞ്ഞു ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരുത്തണം. അങ്ങനെയാണല്ലോ ഇപ്പം പ്രശ്നം. ഈ ട്രാൻസ്ഫർ ടൈമിലൊക്കെ അത് ഏറ്റവും വലിയ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സഫറിങ്ങിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. സഫറിങ്ങിനെ കുറിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ചർച്ചിലെ ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഒരു ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നവരാ. പറഞ്ഞു 3 റിങ്ങാണ്. എൻഗേജ്മെൻറ്റിന് ഒരു റിങ്ങുണ്ട്, വെഡ്ഡിങ്ങിന് ഒരു റിങ്ങുണ്ട്, മൂന്നാമത്തത് സഫറിങ് ആണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മറ്റേ 2 റിങ്ങും നമുക്കില്ലെങ്കിലും സഫറിങ് കാണും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ കൂട്ടം 120 പേർ ഒന്നിച്ചു കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ കാരണം, are you going to reinstate the kingdom of God? One of these days, there is a question, there is a passion of the disciples. Being a patriot Jew, that was their question. That was their overriding concern. Are you going to establish the kingdom one of these days? യേശു പ്രസംഗിക്കാൻ തുടങ്ങിയ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അവർ ചിന്തിച്ച ഐഹിക രാജ്യമാണ്. നമുക്കറിയാം യേശുവിൻ്റെ രാജ്യം വരാൻ പോവുകയാണ്. ഓൾറെഡി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നാൽ ആശ്ചര്യമായി കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. റോമാലേഖനം 13-ാം പറയുന്നു, നാം വിചാരിച്ചതിനേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. നാം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇതാ ഇരുട്ട് കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. Oh, hallelujah. നമ്മൾ ചിന്തിച്ചതിനേക്കാൾ, more than what we anticipated, what we expected, the kingdom of God that is nigh unto you, it is at hand. ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ, മധ്യപൂർവ്വ ദേശത്തിലെ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അനേകർ പറയുന്നു, ഈ ലോകം 2030 പോകത്തില്ല. ലോകമനുഷ്യൻ പറയുന്നു. മനസ്സിലാകുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ലോക ജനത, രാജ്യങ്ങൾ, സൂപ്പർ പവേഴ്സ് അവരുടെ ആവനാഴിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആയുധപ്പുരയ്ക്കകത്തിരിക്കുന്ന ആയുധങ്ങൾ പുറത്തെടുത്താൽ ലോകത്തെ അനേക തവണ ചുട്ടഴിക്കാനുള്ള ശക്തി അതിനകത്തുണ്ടെന്ന് നമുക്കറിയാം. ന്യൂക്ലിയർ വെപ്പൺസും വേണ്ട, അതിന് താഴെയുള്ളത് ഉപയോഗിച്ചാലും മതി. ഇന്ന് രാത്രി ഇതൊക്കെ ലോകം തന്നെ ഒരു യുഗാവസാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ അതിനെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ചോദിക്കുകയാണ്. Why when such a fasting prayer is going on, the chairs are empty? It's because നമ്മൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അത്രയും ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇവിടെ മുഴുവനും ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞേനെ. ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രയോറിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവ് നോക്കുന്നത് രാജപുത്രൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ഉപമ യേശു കർത്താവ് പഠിപ്പിച്ചു അല്ലേ? അതിനെ നമുക്കറിയാം. രാജപുത്രൻ്റെ വിവാഹത്തിന് എല്ലാവർക്കും ക്ഷണം ലഭിച്ചു. യഹൂദ പശ്ചാത്തലത്തിലാണ്. യഹൂദൻ്റെ വിവാഹത്തിൻ്റെ പ്രത്യേകത കാര്യം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. കല്യാണത്തിന് വരണം കേട്ടോ എന്ന് എല്ലാവരും ക്ഷണിച്ചു. സമയമാകുമ്പോൾ വീണ്ടും വന്ന് സമയം ഫിക്സ് ചെയ്ത് കാര്യം പറയും. ആ സമയത്ത് നമ്മൾ ചില ഒരു ഏർക്കാളയെ മേടിച്ചിട്ടുണ്ട്, കാളയെ മേടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഉഴുതാൻ പോവുകയാണ്. പുതിയൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. കല്യാണം കഴിച്ചതേ ഉള്ളൂ. അവരുടെ പ്രയോറിറ്റി വേറെയാണ്. രാജപുത്രൻ്റെ വിവാഹമാണ് എൻ്റെ മുൻഗണന എന്നുള്ളവർക്ക് മാത്രമേ അതിന് പോകാൻ പറ്റത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വരവും അങ്ങയുടെ രാജ്യവുമാകണം എൻ്റെ മുൻഗണന. Let your kingdom be my priority, Lord, and nothing else. A lot of things are there which are distracting your focus. നിങ്ങളുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കരുത്. ഇന്ന് രാത്രി യേശു നമ്മുടെ ആവേശമായിരിക്കണം.
ആമേൻ. ആമേൻ. യേശു പറഞ്ഞൊരു കാര്യം ഈ രാജ്യത്താണോ എന്ന് ചോദിച്ചാൽ, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്ന നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. ഒന്ന്, ആത്മാവിൽ നിറയുക. ഇന്ന് രാത്രിയിലെ ദൂത് പറയാം. ഒന്ന്, ആത്മാവിൽ നിറയുക. രണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവ് നിറഞ്ഞവരായി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് പറയും, ആത്മാവ് നിറഞ്ഞവരായി, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. The question, are you filled with the Holy Spirit tonight? പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീക അനുഭവങ്ങൾ സജീവമാണോ ഇന്ന് രാത്രി? ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, Lord, revive us again. We had that experience. Are you having it tonight? Hallelujah. We want to experience it first hand. എനിക്ക് ഇന്ന് രാത്രി അനുഭവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന്, ആത്മാവിൽ നിറയുക. യേശു പറഞ്ഞു, this is going to be your priority. The Holy Spirit will come upon you and you shall receive power. And you shall be my witnesses in Jerusalem, in all Judea and Samaria, and to the uttermost part of the world. Hallelujah. When you are filled with the Holy Spirit, you cannot limit yourself. You cannot but share the gospel. You cannot but preach the word. You cannot but travel. You will crisscross the nations. Hallelujah. Crossing all the linguistic, geographical barriers, you will travel across the nations. You have to pay the price for that. Hallelujah. That is what we see in the book of Acts. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മളത് കാണുന്നത്. 1-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പോയി കാത്തിരിക്കുക. മാത്യു ചാപ്റ്റർ 28:18 നമുക്കറിയാം എന്താണ് ദ ഗ്രേറ്റ് കമ്മീഷൻ. ശിഷ്യന്മാരോട് യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പോകാൻ പറഞ്ഞു. Go ye into all the world and preach the gospel and make disciples of all nations. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, those who believe, make them disciples, baptizing them in the name of the Father, Son and the Holy Spirit. That is the mission and the mandate of the church. Hallelujah. When you have the Holy Spirit, you cannot limit yourself. യേശു പോകാൻ പറഞ്ഞു, പക്ഷേ അടുത്തത് ലാസ്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. പോകാനാണ് നമ്മുടെ നിയോഗം, പക്ഷേ ശക്തി ധരിക്കാതെ പോയാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ ലോകം എന്ന് പറയുന്നത് പെയ്ഗൻ വേൾഡാണ്. Except for the Jerusalem, except for Israel, the entire world was, they were pantheistic, polytheistic. They had multitude of gods and goddesses. They were worshipping the Greek and Roman, mythological gods and goddesses. But if you are going to evangelize them without the power of the Holy Spirit, you will never succeed. ദൈവാത്മാവിൻ്റെ ശക്തിയില്ലാതെ നീ സുവിശേഷം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പെയ്ഗൻ വേൾഡ്, ജാതീയ ലോകത്ത് സഭ വിജയിക്കത്തില്ല. പോകാൻ ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ശക്തി കിട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് ശക്തീകരണം എപ്പോഴും ആവശ്യമാണ്. റീചാർജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആത്മാവിൽ വീണ്ടും നിറയേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ ഉടനീളം വായിക്കുമ്പോൾ ഒന്ന് നിറഞ്ഞത് മാത്രമല്ല, അവർ വീണ്ടും നിറഞ്ഞു എന്നുള്ള പദപ്രയോഗം കാണുന്നുണ്ട്. എപ്പോഴെല്ലാം പ്രതിസന്ധികളിൽ വന്നോ അവർ വീണ്ടും പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി, അവർ അപ്പർ റൂമിലേക്ക് കയറി, അവർ ആത്മാവിൽ നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി റിപ്ലനിഷ് യുവർസെൽഫ് വിത്ത് ദ പവർ ഓഫ് ഗോഡ് ടുനൈറ്റ്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ശക്തിയാൽ വീണ്ടും നിറയാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. Do you have the time to wait upon Him? How many hours you pray? How many hours you read the word? ദൈവത്തിൻ്റെ എങ്ങനെ ആത്മാവിൽ നിറയുന്നത്? നമ്മൾ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ആത്മാവിൽ നിറഞ്ഞാൽ മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? I am telling you. യെശയ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യം പറയുന്നു, അഭിഷേകം നുകത്തെ തകർക്കും. Because of the fatness of the anointing, the yoke shall be broken. When you have the Holy Spirit anointing, the anointing will break sicknesses.
The yoke the devil has placed upon you. നിന്റെ മേൽ പിശാച് വെച്ചിരിക്കുന്ന എല്ലാ നുകങ്ങളെയും തകർക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്നു അവിടെ വേദന, ഇവിടെ പ്രശ്നം, ആ രോഗം, ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട്. ഐ ആം ടെല്ലിങ് യു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നുകത്തെ തകർക്കുന്നതാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? നുകത്തെ തകർക്കുന്നതാണ്. നുകങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിനായി ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. A powerless church cannot overturn the world. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ശക്തിരഹിതയായ സഭയ്ക്ക് കഴിയത്തില്ല. സഭ ആത്മാവിൽ ബലപ്പെട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. പ്രൊഫസി, സിംഹിയെ പോലെ എഴുന്നേൽക്കണം. The church should rise up with all power. I mean, like a lioness. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് റോഷലഹേനിയ പ്രഭാതന, ആത്മാവിൻ്റെ ശക്തിയോടെ ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുമ്പോൾ, ശിംശോനെ ആദ്യത്തെ കുടച്ചിലൊക്കെ ആത്മനിറവിൽ അത് കാണുമ്പോൾ അറിയാം, ഫെലിസ്തർക്ക് അറിയാം അവൻ്റെ മേൽ എന്തോ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്. സാത്താന് സഭയെ നോക്കുമ്പോൾ അറിയാം ശക്തി ഉള്ളതാണോ അതോ കുടച്ചിൽ മാത്രമേ ഉള്ളൂ. ചേർന്ന് സ്തോത്രം ചെയ്യാം. സോ യേശു പറഞ്ഞു, നിങ്ങൾ പോയി കാത്തിരിക്ക്, ശക്തിയിൽ നിറയെ. അവർ കാത്തിരുന്നെന്ന് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും കൂടെ അവൻ്റെ സഹോദരന്മാരോടും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, they humble themselves to receive the Holy Spirit. സ്തോത്രം. മറിയയ്ക്ക് വേണേൽ പറയാം, അത് ഇനിയിപ്പം യേശു ഇല്ല, ഞാനാ സീനിയർ, നിങ്ങളെല്ലാം വന്നാട്ടെ. അപ്പോൾ ഇന്നത്തെ മറിയാണെങ്കിൽ ലീഡർഷിപ്പൊക്കെ മറിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സഹോദരന്മാർ ഹാഫ് ബ്രദേഴ്സ് ഉണ്ട്, അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ പറയും. നമ്മുടെ അച്ചായനൊക്കെ കുറച്ച് ആൻഡ്രൂ, മറ്റേ നമ്മുടെ യൂദായൊക്കെ ഉണ്ടല്ലോ, സോ ഹാഫ് ബ്രദർ യേശുവിന് കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണം. അതെ, കൗൺസിലൊക്കെ അവരെ ആക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷെ ഇതൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുക. നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനാണ്. മറിയയ്ക്കും വേണം. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിഴലടിച്ചത് ശരീരത്തിൽ അനുഭവിച്ച വ്യക്തിയെ മറിയാം. പക്ഷെ ഇപ്പോൾ എല്ലാവരും ആത്മനിറവ് പ്രാപിക്കാൻ കാത്തിരിക്കും. മറിയം കാത്തിരിപ്പുണ്ട്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി യു ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മതലത്തിൽ നമ്മൾ ജീവിക്കണം. ആത്മതലത്തിൽ ജീവിക്കണം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം നമുക്കറിയാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ യെശയ്യാവിൻ്റെ ഒരു പ്രാർത്ഥനാനുഭവമാണ്, ഒരു ആത്മീയ അനുഭവമാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് മന്ദിരത്തെ നിറച്ചിരുന്നു. അവൻ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിക്കുന്നവനാ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദൈവത്തിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? വലിയ ജുബ്ബാക്കിട്ടിരിക്കുകയാണോ ദൈവം? അല്ല, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ ഗ്ലോറി, ആ ഹെവൻലി പ്ലേസസ് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കാഴ്ച യെശയ്യാവ് കണ്ടു. ക്വസ്റ്റ്യൻ: have you ever seen the glory of God? Have you ever tasted the glory of God? You pray and pray and pray, but have you seen the glory of God? ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എലീശ പ്രാർത്ഥിച്ചത്, ഇവൻ കാണത്തക്കവണ്ണം യഹോവ ഇവൻ്റെ കണ്ണിനെ. ആരാ? എലീശയുടെ പ്രോഫറ്റിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച. അവൻ എന്നാ കാണുന്നുണ്ട്? അരാമ്യ സൈന്യം, കുതിര, പ്രതികൂലം, പോരാട്ടം. ചിലർ അത് വന്നേ കാണത്തുള്ളൂ. സ്തോത്രം. ദൈവമേ, ദൂതന്മാരെ അയക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. ദൂതന്മാർ ഓൾറെഡി ഉണ്ട്. നമ്മളോട് കൂടെയുള്ളവർ, അവരോട് കൂടെയുള്ളവരൊക്കെ അധികമാണ്. കർത്താവ് ഇവൻ്റെ കണ്ണ് തുറക്കണമേ. ചേർന്ന് സ്തോത്രം ചെയ്യാം. വർഷങ്ങളായിട്ട് ഇവൻ മിനിസ്ട്രിയില്ല. ഇവൻ കർത്താവിൻ്റെ എലീശയുടെ കൂടെയാ. പക്ഷേ എലീശ പ്രാർത്ഥിക്കും, ഇവൻ്റെ കണ്ണ് തുറക്കണമേ. അങ്ങനൊരു തലമുണ്ട്. ചേർന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ കാണാത്ത ചില ആത്മീക കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ കാണാൻ കർത്താവ് എൻ്റെ കണ്ണ് തുറക്കണമെന്ന് സീനിയർ പാസ്റ്റേഴ്സിനും പ്രാർത്ഥിക്കാം, ജൂനിയർ പാസ്റ്റേഴ്സിനും പ്രാർത്ഥിക്കാം, സീസൺഡ് പാസ്റ്റേഴ്സിനും പ്രാർത്ഥിക്കാം, സീസൺഡ് ബിലീവേഴ്സിനും പ്രാർത്ഥിക്കാം, 50 വർഷമായി വിശ്വാസിയായിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാം. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. റഖമാ സഖത്തുനിയ. എസ്രാ ശാസ്ത്രി വേദപണ്ഡിതനാണ്. പക്ഷേ എസ്രാ പ്രാർത്ഥി, he was a scholar of the Bible, but he prayed, open my eyes so that I may see the mysteries of your word. നിന്റെ വചനത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഭയങ്കര മർമ്മങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്. യെശയ്യാവ് ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുക. ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. നമുക്ക് എൻകൗണ്ടർ വിത്ത് ഗോഡ് വേണം. ദൈവത്തോടുള്ള എൻകൗണ്ടർ ഉണ്ടാകണം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ.
ദൈവത്തെ മുഖാമുഖമായി കാണുന്ന അനുഭവങ്ങൾ, ദൈവത്തെ മുഖാമുഖമായി കാണുന്ന അനുഭവങ്ങൾ. യെശയ്യാവിൻ്റെ ശുശ്രൂഷയിലെ വഴിത്തിരിവിൻ്റെ ഒരു സംഭവമാണ് 6-ാം അധ്യായം രേഖപ്പെടുത്തി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന എൻകൗണ്ടറുകൾ ദൈവമായിട്ടുണ്ടാകണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ, ഉസിയാവിന് ഒത്തിരി പ്രത്യേകതയുണ്ട് നമുക്കറിയാം. ദൈവമേൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്തവനാ, കുഷ്ഠം പൊങ്ങിയവനാ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വേറിട്ട് താമസിപ്പിച്ചവനാ. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉസിയാവുമായിട്ട് യെശയ്യാവിന് എന്താ കണക്ഷൻ നമുക്കറിയത്തില്ല. ചിലർ പറയുന്നു കസിനായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലെ പ്രവാചകനായിരുന്നു യെശയ്യാവ് എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ഉസിയാവ് മരിച്ചപ്പോൾ ആ ആണ്ടിൽ അസാധാരണ തലങ്ങൾ ദൈവം യെശയ്യാവിന് വേണ്ടി തുറക്കുകയാണ്. ഒന്ന്, he had an upward vision. മറന്നു പോകരുത്. സ്വർഗീയ ദർശനമുണ്ടായി. അപ്പം നമുക്കുണ്ടാകേണ്ടത്, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സ്വർഗീയ ദർശനമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആമേൻ, he had an inward vision. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ എത്ര ആരാധന കൂടിയിട്ട് എനിക്ക് അയ്യോ കഷ്ടം തോന്നിയിട്ടുണ്ട്. യെശയ്യാവ് 5-ാം അധ്യായം വരെ പ്രവചിക്കുന്നു, നിനക്കയ്യോ കഷ്ടം. Woe unto you. Again and again and again he was pointing the finger of accusation and prophesying. നിനക്കയ്യോ കഷ്ടം. Woe unto you. രാജ്യങ്ങൾക്കയ്യോ കഷ്ടം. ഹല്ലേലൂയ. പക്ഷേ കർത്താവിനെ അവൻ്റെ മഹത്വത്തിൽ കണ്ടപ്പോൾ യെശയ്യാവ് പറയുക, എനിക്ക് അയ്യോ കഷ്ടം, ഇത്രയും കുറവുള്ളവനാണ് ഞാൻ, അശുദ്ധിയുള്ള അധരമുള്ളവനാണ് ഞാൻ, അശുദ്ധിയുള്ള അധരമുള്ള ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. ഹല്ലേലൂയ. അവരൊരു തിരിച്ചറിവുണ്ടാകുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, ആകായ്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകത്തക്ക നിലയിൽ സ്വർഗീയ ദർശനം നമ്മളെ ആന്തരിക ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചേർന്ന് സ്തോത്രം ചെയ്യാം. അപ്വേർഡ് വിഷൻ, ദെൻ ഇൻവേർഡ് വിഷൻ. ഞാൻ ആരാണ്, എൻ്റെ കുറവെന്താണെന്ന് ബോധ്യപ്പെടണം ഈ ഉപവാസത്തിനകത്ത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ലമസ്മനാഥന ലബർഖമാനിയ. ലബോദിക്ക സഭ പറയുന്നത്, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ സമ്പന്നനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ നിർഭാഗ്യനും അരിഷ്ടനും കുരുടനുമാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിന്റെ കണ്ണിൽ ലേപനം എഴുതുവാൻ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പം കർത്താവ് കാണുന്നത് പോലെയല്ല അവരെ കാണുന്നത്. ഐ ആം എ ഗുഡ് ക്രിസ്ത്യൻ, എനിക്ക് പ്രത്യേകിച്ച് ഉണർവിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇങ്ങനെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്നത്, ആർ യു അവെയർ ഓഫ് യുവർ റിയാലിറ്റി? ആർ യു അവെയർ ഓഫ് യുവർ സെൽഫ്? അതാണ് കർത്താവ് ചോദിക്കുന്നത്. ക്രിസ്ത്യൻ ആൻഡേഴ്സിൻ്റെ ഒരു ബുക്കുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. ആ ബുക്കിനകത്ത് പറയുന്നത് പോലെ, രാജാവ് നഗ്നനാണേ എന്നൊരു കൊച്ചു വിളിച്ചു പറഞ്ഞ് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. രാജാവിനെ നെയ്ത്തുകാരൻ വന്നൊരു തുണി ഉടുപ്പിക്കുന്നതായിട്ട് അഭിനയിച്ചു. പൊങ്ങച്ചക്കാരനായ രാജാവ് ഇതിനോട് പറഞ്ഞു, ഏറ്റവും വില കൂടിയ വസ്ത്രമാണ്. നിങ്ങളിൽ പലർ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ പരിഭാഷ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് തീരുമാനിച്ച് എൻ്റെ വസ്ത്രം എല്ലാവരും എന്ത് ചെയ്യണം? കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഈ വസ്ത്രം കാണിക്കാൻ എല്ലായിടത്തും ഇറങ്ങി. ഈ അടുത്ത് നിൽക്കുന്നവരാരും, വിദൂഷകന്മാരും അടുത്ത് നിൽക്കുന്നവർ ആരും ഈ രാജാവിനോടുള്ള സത്യം പറയത്തില്ലല്ലോ. അയ്യോ, ഒരു തിരുമേനിയുടെ ഭരണം എന്ത് ഭയങ്കര, തിരുമേനിയുടെ ബുദ്ധി ഭയങ്കരമാണ് അല്ലേ? ഒരു കൊച്ചു മാത്രം സത്യം വിളിച്ചു പറഞ്ഞത്, അയ്യേ രാജാവ് നഗ്നനാണേ. ദൈവത്തിന് സ്തോത്രം. അപ്പം ലവോദിക്ക സഭയോട് കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രി നമ്മുടെ കുറവുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. യെശയ്യാവ് എന്താ സംഭവിച്ചത്? he had an upward vision, he had an inward vision, then he had an outward vision. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് 6-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആവശ്യബോധമുണ്ടായി. എനിക്കൊരു ശുദ്ധീകരണം വേണമെന്നൊരു ആവശ്യബോധം ഉണ്ടായി. ഇന്ന് രാത്രി തിരിച്ചറിവുകളാണ്. എനിക്കൊരു ദൈവിക സ്പർശനം ആവശ്യമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Lord, I am badly in touch of a heavenly touch, badly in need of your touch. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്വർഗീയ സ്പർശനം എനിക്ക് ആവശ്യമുണ്ട്. സീസൺ പ്രോഫറ്റ്. എത്ര വർഷമായി പ്രവചന ശുശ്രൂഷ തുടങ്ങിയിട്ട്? പക്ഷേ യെശയ്യാവ് പറയുകയാണ്, കർത്താവേ, എനിക്ക് അയ്യോ കഷ്ടം,
എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ തീ നിന്നെ തൊടുന്നപ്പോഴാണ് സ്വർഗത്തിലെ യാഗപീഠത്തിലെ കനൽക്കട്ടകളിൽ ഒന്നുമായി ദൂതൻ പറന്നു വരികയാണ്. ഇന്ന് രാത്രി ചില അഗ്നിസ്ഫുല്ലിംഗങ്ങൾ നിന്നെ തൊടുന്ന രാത്രിയാകട്ടെ, അഗ്നിന്റെ അധരത്തെ തൊടുന്ന രാത്രിയാകട്ടെ. ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അവസാന സമയം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒരു ആത്മതലം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ആവശ്യബോധമുണ്ടെങ്കിൽ യെശയ്യാവിനത് ആവശ്യമായിരുന്നു. ഉസിയാവ് മരിച്ചതിൻ്റെ ദുഃഖമായിരിക്കാം, തൻ്റെ ജീവിതത്തിൽ വലിയ നിരാശയോടെ, വിഷമത്തോടെ, വേദനയോടെ എപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പോഴൊക്കെ സ്വർഗ്ഗം ഇറങ്ങി വന്നിട്ടില്ലേ? അല്ലേ? ഹല്ലേലൂയ. ചില തകർച്ചകൾ, ഉടവുകളെല്ലാം നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. മനഃപൂർവ്വമല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്ന വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം എന്തിനാ ദുഃഖിപ്പിക്കുന്നത്? അത് നമ്മളെ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രോക്കൺനെസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുക, ചേർന്ന് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങൾ അമ്മയുടെ മാറോട് പറ്റിക്കിടക്കുന്നത് പനി വരുമ്പോഴായിരിക്കും. പനി വന്നാൽ മതി, അല്ലെങ്കിൽ കൊച്ചിനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഓടിപ്പോകും. അല്ലേ? നമ്മൾ കൈ പിടിക്കാൻ നോക്കുമ്പോൾ ഓടിപ്പോകും. ഒരു പനി വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ മമ്മിയെ വിടത്തില്ല, കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാണാം. നമ്മളെല്ലാം അങ്ങനെയാണ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ, ജീവിതത്തിൻ്റെ വിഷമസന്ധികൾ ദൈവത്തെ അടുത്തറിയാനുള്ള സമയമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് കനൽക്കട്ട കുടിലെടുത്ത് അവൻ്റെ അധരത്തെ തൊട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പ്രവചനത്തിൻ്റെ തലങ്ങൾ മാറാൻ തുടങ്ങി കേട്ടോ. പിന്നെ യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം വരെ, 5-ാം അധ്യായം വരെ നിനക്കയ്യോ കഷ്ടമെന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നത് തെറ്റല്ല. പക്ഷേ 6-ാം അധ്യായത്തിൽ തന്നെക്കുറിച്ചുള്ളൊരു കാഴ്ച, എനിക്കയ്യോ കഷ്ടം എന്നുള്ളൊരു കാഴ്ചയുണ്ടായി. അപ്വേർഡ് വിഷൻ, ഇൻവേർഡ് വിഷൻ, ഔട്ട്വേർഡ് വിഷൻ. അടുത്തത് ഹല്ലേലൂയ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. മെസ്സിയാനിക് പ്രൊഫസി ആരംഭിക്കുകയാണ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ, 9-ാം അധ്യായത്തിൽ, 42-ാം അധ്യായത്തിൽ, 53-ാം അധ്യായത്തിൽ ആമേൻ യെശയ്യാവ് പ്രവചിച്ചത് മുഴുവനും മെസ്സിയാനിക് പ്രൊഫസീസാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു, കൃപാവരമുള്ളവരുടെയും അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷ ഉള്ളവരെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന വീരന്മാരെയും വീരമതികളെയും നിങ്ങളുടെ അടുത്ത തലത്തിലേക്ക് ആത്മാവിനാൽ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് ഇന്ന് രാത്രി പറയുമോ, കർത്താവേ, ആ കനൽക്കട്ട കൊണ്ട് എന്നെ ഒന്ന് തൊടുമാറാകണമേ. റാംധന റബഷ്കമാനിയ. കമോൺ കമോൺ കമോൺ, ദൈവം ഒന്ന് പ്രാർത്ഥിച്ചേ. റോതുലോകോബോസിഹീനിയ പ്രഭാതന. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി സ്വർഗീയ അഗ്നി ശകലങ്ങൾ എന്നെ തൊടുന്നൊരു രാത്രിയാക്കി. റബൽ ഖമന റിഗഥന പ്രവചനതക. ആവശ്യബോധം യെശയ്യാവിനുണ്ടായതുപോലെ, ആത്മബോധം യെശയ്യാവിനുണ്ടായതുപോലെ ആഴമേറിയ അവബോധം ഇന്ന് രാത്രി നമുക്കുണ്ടാകുന്നെങ്കിൽ ആവശ്യബോധത്തിൻ്റെ അവബോധത്തിൻ്റെ മുമ്പിൽ ആമേൻ ഇന്ന് രാത്രി മൂവ് ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ കരതലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദുരബലതരമന ഘടക ശബലതരമന ഘടക ജനാര ഘടക ജനക ജന ദുൽഖമന രഗജന റിഗഥന പ്രവചന മദന ഗജനദന. തീയുടെ സ്പർശനം ഇന്ന് രാത്രി നമുക്കുണ്ടാകട്ടെ. റോക്കോബോ ഹോസിഹിനിയ. ഹോളി സ്പിരിറ്റ് മൂവ്, ഹോളി സ്പിരിറ്റ് മൂവ്. pour out, pour out, pour out, pour out, pour out your presence, Lord. ചുടബലബലബലബല. ഹെയ്ബ്രിഡ്സിലെ ഉണർവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഹെയ്ബ്രിഡ്സിൽ ഉണർവില്ലായിരുന്നു. വർഷങ്ങളോളം പെഗ്ഗി എന്നും ക്രിസ്റ്റീൻ സ്മിത്ത് എന്നും പറയുന്ന 2 സഹോദരിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഉണർവുണ്ടായില്ല. ഒരാൾക്ക് 82 വയസ്സും മറ്റേയാൾക്ക് 85 വയസ്സുമായി. ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, മങ്ങി, ശരീരം ബലഹീനമായി. പക്ഷെ ഒരു ദിവസം ദൈവശബ്ദം കേട്ടു, ഉണർവിന് സമയമായി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഡങ്കൻ ക്യാമ്പലിനെ വിളിച്ച് പ്രസംഗിക്കുക, മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ കാലത്ത് ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസൻ ഡങ്കൻ ക്യാമ്പലിനെ വിളിച്ചു. ക്യാമ്പിൽ വന്നപ്പോൾ ഈ പെഗ്ഗിയും ക്രിസ്റ്റീൻ സ്മിത്തും പറഞ്ഞു, ദൈവദാസനെ ഉണർവിൻ്റെ സമയമായിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് അത്ര ബോധ്യം വന്നില്ല. ഒരാഴ്ച ക്രമീകരിക്കപ്പെട്ട യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്ക് വിപരീതമായി അസാധാരണമായ ഒരു ആത്മസാന്നിധ്യം അവിടെ വ്യാപരിച്ചു. ഹോളി സ്പിരിറ്റ് ഫെൽ ഓൺ പീപ്പിൾ. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ചലനങ്ങൾ. കൊച്ചുകുട്ടികൾ വരെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ എന്ന് പറയുന്നൊരു കുട്ടിയുടെ പ്രാർത്ഥന, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആത്മാവിൻ്റെ സാന്നിധ്യം വന്നു. ലോർഡ്, യുവർ നെയിം ഈസ് അറ്റ് സ്റ്റേക്ക്, കം ഡൗൺ ആൻഡ് ഡു സം മിറക്കിൾ. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ പേര് തന്നെ വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. ദൈവമേ, ഇറങ്ങി വരണമേ. നോക്ക്, കുഞ്ഞു കുട്ടികൾ വരെ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി.
നിങ്ങൾ എത്ര നാൾ ഈ കേരളത്തിന് ഉണർവിനായി പ്രാർത്ഥിച്ചു? അനന്തപുരിയുടെ ഉണർവിനായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എത്ര പേർ ഭാരതത്തിന് ഉണർവിനായി പ്രാർത്ഥിച്ചു? നിന്നുപോയോ പ്രാർത്ഥന? ഉണർവെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇന്ത്യയുടെ പലയിടങ്ങളിലും ഉണർവ് നടക്കുന്നുണ്ട്. ദേർ ആർ പോക്കറ്റ്സ് ഓഫ് റിവൈവൽ. ഉണർവിൻ്റെ പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അത് ഈ പട്ടണത്തിൽ വരുവാൻ, ഞങ്ങളുടെ സഭയിൽ വരുവാൻ, എന്നിൽ വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഹെവൻലി എൻകൗണ്ടർ ഉണ്ടാകണം, ഒരു സ്വർഗം ഇറങ്ങി വരുന്ന ഒരു അനുഭവം. അതാ സഭയ്ക്ക് ഉണ്ടാകേണ്ടത്. ഗോഡ് ചേസേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ടോമി ടെന്നിയുടെ. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നിങ്ങളത് മേടിച്ച് വായിക്കണം. ആമസോണിലൊക്കെ കിട്ടും. ഈ ഗോഡ് ചേസേഴ്സിനകത്ത് ഹ്യൂസ്റ്റണിലുണ്ടായ ഒരു ആത്മീയ ഉണർവിനെ കുറിച്ചാണ്. വളരെ ഡെഡായി കാലക്രമത്തിൽ പഴകി ആത്മീയത ശുഷ്കിച്ച് ജനം അങ്ങനെ മുരടിച്ച് ഡ്രൈ ആയിപ്പോയ ഒരു സഭയുടെ അവസ്ഥയുടെ മേൽ പ്രാർത്ഥിക്കാൻ ജനം കൂടി വരാൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രാർത്ഥന, ദുരന്തരമായ പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിൽ അസാധാരണമായ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഗോഡ് ചേസേഴ്സ്, ദൈവത്തെ വിടാതെ ദൈവത്തെ പിടിക്കാൻ പുറകെ കൂടുന്നവരായി നമ്മൾ മാറണം. ഒരാമീൻ പറയാൻ പറ്റുമോ? ദൈവം പെട്ടെന്ന് പിടിതരത്തില്ല. ചിലപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും ദൈവം. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഒന്നുകൂടെ ആവേശത്തോടെ, ഒന്നുകൂടെ ആവശ്യബോധത്തോടെ. സ്തോത്രം. യേശു ആ പടകിൽ കിടന്നിട്ട് ഇത്രയും ഭയങ്കര തണ്ട് വലിച്ച് ഇവർ കുഴഞ്ഞിട്ട് കർത്താവ് ഉറങ്ങുന്ന പോലെ കിടന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനം യേശുവിനെ പിടിച്ച് കുലുക്കി ഉണർത്തി. കർത്താവ് അങ്ങനെ ബോധം കെട്ട് ഉണങ്ങുന്ന ആളൊന്നുമല്ല. കർത്താവിനറിയാം ഇവരെന്നാ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. God is not insensitive to your problems or your reality. No, it's not like that. Hallelujah. Amen. നിന്റെ സ്ട്രഗിൾസ് ദൈവം അറിയാത്തവനല്ല. പക്ഷെ നീ ആവശ്യബോധത്തോടെ കർത്താവിനെ എഴുന്നേൽപ്പിക്കണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. യഹോവയുടെ ഭുജമേ ഉണരുക. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? ദൈവമേ, നിന്റെ പണ്ടത്തെ നാളുകളിലെ വീര്യപ്രവൃത്തികൾ ഞങ്ങൾക്കറിയാം. ഡു ഇറ്റ് അഗൈൻ ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, വെയിൽസിൽ നീ ഉണർവയച്ചു, അസൂസയിൽ ഉണർവയച്ചു, കൊറിയയിൽ ഉണർവയച്ചു. ഡു ഇറ്റ് അഗൈൻ ലോർഡ് ഇൻ അവർ ടൈംസ്. ഞങ്ങളുടെ കാലത്ത് ഇനിയും അത് ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? യെശയ്യാവിനെ പോലെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വീരന്മാരെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ചുടബലതനമന ഘടക ശക്തനാരകന. ഹോളി സ്പിരിറ്റ് മൂവ് ലോർഡ്. റാന്തേ രേ 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 മക്കോസി ശൈഡ പ്രബോധിനിയാഥരാമന അരബൽ കമനദരഗ ജനരിഗടക പ്രവചനമദനഗ ജനരിഗടക തുലോറി റി 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 സാതക ബറബകോ ഥലേ രേ 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 ഓ റബ ബ ബ ബ ബ ബ ബ ഹോളി സ്പിരിറ്റ് ഓ റബ ബ 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 ലൂഗ ബറ 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 Rika baba baba bara mana sekeraria baba 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 Judara bala mana karada ba shelere. Hallelujah. ഏലിയാവിന്റെ സ്ട്രഗിൾ നിങ്ങൾ മനസ്സിലാക്കണം. ജനമെല്ലാം ബാലിനെ ആരാധിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. What is the mandate of Elijah? To bring the people from Baal worship to El worship. ബാലിനെ ആരാധിക്കുന്നതിൽ നിന്ന് എലോഹിം ഇസ്രായേൽ എന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ അവരെ മടക്കിക്കൊണ്ടുവരുന്നതായിരുന്നു ഏലിയാവിൻ്റെ ദൗത്യം. ഒരു തീ വീഴുന്ന അത്ഭുതം മിനിമം കണ്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ നിന്നൊരു അടയാളം കണ്ടില്ലെങ്കിൽ ഈ ജനം വിശ്വസിക്കത്തില്ല. യേശുവിനോടും ചോദിച്ചാൽ ഏലിയാവിനെ പോലെ വല്ല അടയാളമൊക്കെ സ്വർഗത്തിൽ നിന്നൊക്കെ ഇറക്കി ചെയ്യേ. മരിച്ചവരെ എഴുന്നേപ്പിച്ചിട്ട് പോലും ഉമ്മാർക്ക് വിശ്വാസമില്ല. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് അതാ ജനം. നമ്മൾ പ്രാർത്ഥിക്കണം, സയൻസ് വണ്ടേഴ്സ് മിറക്കിൾസ് നടക്കണം. സഭയെ അതിനെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം ആ നിലയിൽ വിസിറ്റ് ചെയ്യുന്നത് വരെയും നീ പ്രാർത്ഥിക്കണം. ചേർന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഗോഡ് ചേസേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കാര്യം സൂചിപ്പിച്ച് ഞാൻ വിട്ടല്ലോ. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമഹത്വം ഒരു ദിവസം ഇറങ്ങി വന്നു. പല ദിനങ്ങളായി ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം ഭയങ്കര ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ ഇറങ്ങി വന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഗ്ലോറി ഇറങ്ങി വന്നു, പുൾപിറ്റ് കീറി, നടുവേ കീറി രണ്ടായിപ്പോയി. ദൈവത്തിൻ്റെ മഹത്വത്തെ താങ്ങാൻ പറ്റത്തില്ല. പാസ്റ്ററെ പരിശുദ്ധാത്മ തൂക്കിയെടുത്ത് അടി അടിച്ചു. പാസ്റ്റർ അവിടെ പോയി കിടക്കുകയാണ്. ആത്മവിവശതയിൽ 2 ദിവസത്തോളം അവിടെ കിടന്നു. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഈ മഹത്വത്തെ താങ്ങാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. He had the visitation of the Lord. We need the visitation of the Lord. എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവമേ സന്ദർശിക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കും?
എത്ര പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ദൈവമേ സന്ദർശിക്കണമേ. ലോർഡ്, ഐ നീഡ് എൻ എൻകൗണ്ടർ വിച്ച് ട്രാൻസ്ഫോംസ് മീ ലോർഡ്. എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവ സന്ദർശനത്തിനായി ഈ സഭയ്ക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും? ലീഡർഷിപ്പിന് എത്ര പേർ പ്രാർത്ഥിക്കും? ആമേൻ. ദൈവമക്കൾക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രാർത്ഥിക്കും, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണം. മടങ്ങി വരാൻ പോലും നമുക്ക് പറ്റത്തില്ല, ദൈവം മടക്കി വരുത്തിയാലേ പറ്റത്തുള്ളൂ. ഒരു സ്തോത്രം പറയാമോ? വി ആർ സോ കാലസ്, വി ആർ സോ ഇൻസെൻസിറ്റീവ്. നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുക. നമുക്ക് ഒരു ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റിക് കൂടിയാൽ സെൻസേഷൻ പോകും. പണ്ട് കുഷ്ഠരോഗത്തെയാണ് ദൈവദാസന്മാർ പാപത്തോട് ഉപമിച്ച് പറയുന്നത് സ്പർശനശേഷി പോകുമെന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ പാപമൊന്നുമാണെന്നല്ല പറഞ്ഞത്. സ്പർശനശേഷി പോകുന്നത് പോലെ നമ്മുടെ കൺവിക്ഷൻ ഓഫ് സിൻ പോയാൽ, പാപബോധം പോയാൽ, ആവശ്യബോധം പോയൊരു സ്തോത്രം പറഞ്ഞേ. പണ്ടൊക്കെ ഒരു സഭായോഗം പോകാൻ പറ്റിയില്ലെങ്കിൽ ദൈവമക്കൾക്ക് പെന്തിക്കോസുകാർക്ക് എന്തൊരു മനസാക്ഷി കുത്താൻ. ഇപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. കോവിഡോടുകൂടി കൾച്ചർ മാറി. എത്ര സഭായം മുടങ്ങി, വല്ല കുഴപ്പമുണ്ടോയെന്ന് ചിന്തിക്കുന്നത്. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞേ. പാപത്തെ നാം അതിനെ സ്വാഭാവികവൽക്കരിക്കുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ പാപം ചെയ്യുന്നത്. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന ലോകത്തെ കീഴ്മേൽ മറിക്കാൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യെശയ്യാവിൻ്റെ ജീവിതത്തിൽ എൻകൗണ്ടർ ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാ പറയുന്ന ഒരു എൻകൗണ്ടർ, ദൈവത്തോടൊരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകണം. ശൗലിനെ രൂപാന്തരപ്പെടുത്തി ലോകം കണ്ട ഏറ്റവും ശക്തനെ അപ്പോസ്തലനാക്കി മാറ്റിയത് ഡമാസ്കസിൻ്റെ പടിവാതിക്കൽ ഉണ്ടായ എൻകൗണ്ടറാണ്. എന്നാ കാരണം എൻകൗണ്ടർ ഉണ്ടാകാൻ കാരണം? ശിശുമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശൗല് സഭയെ മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഇടപെടണമേ. ഹല്ലേലൂയ. ഡമാസ്കസിൻ്റെ പടിവാതിക്കൽ കടന്ന് സഭയെ മുടിക്കാൻ വേണ്ടി അധികാരപത്രമായി വരുന്നവനെ ദൈവം അവിടെ എൻകൗണ്ടർ ചെയ്തു, കൺഫ്രണ്ട് ചെയ്തു. ഹല്ലേലൂയ. ഗോഡ് ഈസ് എ റിയാലിറ്റി. ആമേൻ. കർത്താവിൻ്റെ ഒരു തേജസ് ചുറ്റി മിന്നി. ഈ ദിവസങ്ങളിൽ ദൈവ സന്ദർശനം നമ്മുടെ അധികാരസ്ഥന്മാർക്കുണ്ടാകട്ടെ, സഭയെ മുടിക്കുന്നവർക്കുണ്ടാകട്ടെ, ഭാരതത്തിൽ സഭയെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നവർക്കുണ്ടാകട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കും? ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക എൻകൗണ്ടറുകൾ ഇന്ത്യയിലെ ലീഡേഴ്സ് ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദാറ്റ് വിൽ കോസ് ദ റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്യണോ? സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സൂപ്പർ നാച്ചുറൽ വിസിറ്റേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലിവ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ. 1-ാം നൂറ്റാണ്ടിലെ സഭ ആത്മതലത്തിലാണ് ജീവിച്ചത്. ആത്മതലത്തിൽ എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥിച്ച് സ്വർഗത്തെ ഇറക്കാനുള്ള ആ ആംബിയർ അവർക്കുണ്ടായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. Till the day of Pentecost they were ordinary. Ever since the day of Pentecost they were extraordinary. Amen. ഹല്ലേലൂയ. പെന്തിക്കോസ്തിന് മുമ്പും പെന്തിക്കോസ്ത് നാളിന് ശേഷവും എന്ന സഭയെ അല്ലെങ്കിൽ ദൈവമക്കളെ ശിഷ്യന്മാരെ രണ്ടായിട്ട് തിരിക്കാം. ഒരാമീൻ പറഞ്ഞാട്ടെ. പെന്തിക്കോസ്ത് നാളിന് മുമ്പ് യഹൂദന്മാരെ പേടിച്ച് കഥകടച്ചിരിക്കുന്നവർ, യേശുവിനെ തള്ളിപ്പറഞ്ഞവർ, സുവിശേഷ വില വിട്ട് പഴയ ജോലിക്ക് പോയവർ, ഒത്തിരി പോരായ്മകളുള്ളവർ. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങളൊന്ന് കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. It's going to be glorious. It's going to be eventful. It's going to be great. It's going to be unforgettable. Wait upon the Lord. He will give you the Holy Spirit. The Holy Spirit will come upon you. He will give you power, empowerment. You shall receive power. കാത്തിരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളെപ്പോലെ എല്ലാ പരിമിതികളുമുള്ള ശിഷ്യന്മാർ കാത്തിരുന്നു, അത്രയേ ഉള്ളൂ. അവർ വിശ്വസിച്ചു, അവർ അനുസരിച്ചു. ഇന്ന് രാത്രി നമുക്കൊരു പുതിയ ശക്തീകരണം ആവശ്യമാണ്. വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്. കേട്ടോ, നമുക്കെല്ലാം ആത്മാവുള്ളവരാ, പക്ഷേ നമുക്ക് വിസിറ്റേഷൻസ് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹ്യൂസ്റ്റണിലെ ചർച്ചിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനെ നീ അന്വേഷിക്കുന്നുണ്ടോ? യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവൻ വിളിച്ചപേക്ഷിപ്പിൻ. യെരമ്യാവിൻ്റെ പ്രവചനം 29-ന്റെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. അതിന് മുമ്പത്തെ വാക്യം ഒന്ന് വായിച്ചേ. I think so. Yeah. 10-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം
അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ 12-ാമത്തെ വാക്യം, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ദാറ്റ് ഈസ് ചേസിങ് ആഫ്റ്റർ ഗോഡ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ, God never answers to a half-hearted prayer. മനസ്സിലായോ? പാസ്റ്റർ നിർബന്ധിച്ചല്ല, എന്നാൽ ഇച്ചിരി നേരം വന്ന് ഇരുന്നേക്കല്ലേ പാസ്റ്റർ എന്ത് വിചാരിക്കും? ഡോണ്ട് എക്സ്പെക്ട് എ റിവൈവൽ. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഡോണ്ട് എക്സ്പെക്ട് എ റിവൈവൽ. പക്ഷേ ഇന്ന് രാത്രി നീ ആവശ്യബോധത്തോടെ വന്നിരിക്കുന്നതെങ്കിൽ, ചില പിള്ളേർക്ക് നല്ല സമൃദ്ധിയുള്ള വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ട, നിർബന്ധിച്ചാ മമ്മി പറഞ്ഞുകൊണ്ട് കഴിച്ചേക്കാം. പട്ടിണി കിടക്കുന്നിടത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്തവൻ എൻജോയ് ചെയ്യുന്നത് കാണാം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. അതാണ് യേശു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടെയാ. അവർക്ക് ആർത്തിയാ. ദാരിദ്ര്യം നിനക്ക് ആർത്തി കൊണ്ടുവരും, വിശപ്പ് കൊണ്ടുവരും. ഭക്ഷണപ്പൊതി ഇവിടെ വിതരണം ചെയ്ത് ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഏറ്റവും നല്ല ഹോട്ടലിൽ തപ്പിയാണ് നമ്മൾ ഉച്ചയ്ക്ക് പോകുന്നത്. പക്ഷെ നീ സോമാലിയയിൽ കൊണ്ട് ഇടുന്നത് ഒരു ചമ്മന്തിയും ചോറും മാത്രമാണെന്ന് പറഞ്ഞതുപോലെ ഏത് ഭക്ഷണപ്പൊതി കൊണ്ടിട്ടാലും പിടിക്കാൻ ആൾക്കാരാണ്. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ യേശു പറഞ്ഞു. അവന് ദൈവരാജ്യത്തിൻ്റെ കൊതിയ. അയ്യോ, എനിക്കൊരു ദൈവ സന്ദർശനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിലയിടത്ത് ദൈവം ഇറങ്ങി വരുന്നത്. ക്രിസ്റ്റൈൻ സ്മിത്തും പെഗിയും വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, ദൈവമേ ഹേബ്രിഡ്സിനെ സന്ദർശിക്കണമേ. ദൈവമഹത്വം ഇറങ്ങി. ആ രാജ്യത്ത് അത് അസാധാരണ ഉണർവുകളുണ്ടായി. ഒരാഴ്ചത്തെ മീറ്റിംഗ് തുടങ്ങി, അത് വർഷങ്ങളോളം നീണ്ടു. ഒരു സ്തോത്രം എന്ന് പറയാൻ പറ്റുമോ? അമേരിക്കയിലെ കിൽപാട്രിക്കിൻ്റെ ചർച്ചിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? ഈ കഴിഞ്ഞ നാളുകളിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഉണർവ് നമുക്ക് അനിവാര്യമാണ്. ഒരു ദൈവ സന്ദർശനം ഈ PMG ചർച്ചിലുണ്ടാകട്ടെ. ദൈവമഹത്വം ഇറങ്ങി വരുന്ന അസാധാരണ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം താങ്ങാനാവാത്ത ദൈവമഹത്വം ഇറങ്ങിയിട്ട് ജനം ആത്മവിവശതയിൽ വീണ് കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പ്രബലബ ഹദരജന ദിഹത്തുന പ്രഭജന റിബദ്ധന ജബൽമന ഹേദന ഹീദിരിരിരിരി. Get ready tonight to move from the ordinary to the extraordinary, from the natural to the supernatural. Do you have the hunger for God? What you need is a hunger for God. ദൈവത്തിനുള്ള ദാഹം. ഹല്ലേലൂയ. മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കുന്നു. ദാവീദ് പറഞ്ഞു, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഇതെല്ലാം ഉപമകൾ പോലെയാണ് എഴുതിയിരിക്കുന്നത്. വെള്ളമില്ലാത്തടത്ത് ഇച്ചിരി വെള്ളം കിട്ടാൻ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കും. ഈ ചൂടത്ത് നമുക്കറിയത്തില്ലേ? ഹല്ലേലൂയ. കുടിച്ചാലും പിന്നെയും കുടിക്കാനുള്ളൊരു വ്യഗ്രത പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, പോരാ ദൈവ സാന്നിധ്യം എന്നുള്ള ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാന്ന് നിങ്ങൾക്ക് തോന്നും. ഹല്ലേലൂയ. ശിഷ്യന്മാരങ്ങനെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമുക്കറിയാം. ആമേൻ. 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാമത്തെ നിയോഗം, മാൻഡേറ്റ് എന്ന് പറഞ്ഞത് ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറഞ്ഞ് സഭയോട് പൗലോസ് പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും പ്രബോധിപ്പിച്ചും ആത്മീക വർധന വരുത്തിയും. ദാറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ബൈബിളിലെ ഒരു സങ്കീർത്തനത്തെ വായിക്കുന്നതിനെ കുറിച്ചല്ല, ഓരോരുത്തരും ഗീതം. വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ ഇവാൻ റോബർട്ട്സ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആത്മാവിൻ്റെ ചില പാട്ട്, അറിയാവുന്ന പാട്ടല്ല, പെട്ടെന്ന് പുതിയ പാട്ടുകൾ, സ്വർഗീയ ഗാനങ്ങൾ വരും. ചിലപ്പോൾ ഏഞ്ചലിക്കായിട്ടുള്ള സന്ദർശനങ്ങൾ വരും. ഹല്ലേലൂയ. എത്ര പേര് ദാഹിക്കുന്നുണ്ട് അങ്ങനെ സ്വർഗീയ ദർശനങ്ങൾ, സ്വർഗീയ സന്ദർശനങ്ങൾ, ദൂതന്മാർ ഇറങ്ങുന്ന ആത്മീയ അനുഭവങ്ങൾ. ഓപ്പൺ ഹെവൻ. ചേർന്ന് സ്തോത്രം പറഞ്ഞേ. ഓ ലബബബബ ഹതന മസ്കിരിയ തുലോമോസിയ ജാമസ്മനെ തുലോറി യാറദരേരേരേ. ഒരു ഡ്രൈ ചർച്ചിനെ കൊണ്ട് കർത്താവിന് ഒരു പട്ടണം പിടിക്കാൻ പറ്റില്ലെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 7:37 തിരുവെടുത്ത് പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദി ഒഴുകണം. നിറഞ്ഞ് നിന്റെ അകത്തുനിന്ന് ആത്മാവിൻ്റെ നദി ഒഴുകണം. ഒരാമയും പറഞ്ഞേ. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ഡ്രൈ ബോൺ വാലിയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. ഇന്ന് പല ചർച്ചസും ഡ്രൈ ആണ്. വർഷിപ്പ് ഈസ് ഡ്രൈ, വേർഡ് ഈസ് ഡ്രൈ, ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡ്രൈ. What is the antidote? എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ കാണുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ.
അതിനകത്തുനിന്ന് പിന്നെ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്ന 10ാമത്തെ വാക്യത്തിൽ ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഉണങ്ങിയ താഴ്വരകൾ ചലിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? God is going to quicken the dry bone valleys. Hallelujah. God is going to raise up an army from the dry bone yard. You are going to hear the move of the Holy Spirit. Son of man, you prophesy. You have a mandate. Ministers of God, you have to prophesy to the dry bone valleys. So the dry bones you prophesy. നീ പ്രവചിക്ക്, നീ പറ, യേശുവിൻ നാമത്തിൽ ഉണർവുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. Hallelujah. Move in the power and the authority of the Holy Spirit. You need to hear from God. ദൈവത്തിന് കേൾക്കണം. എസെക്കിയേൽ ദൈവത്തിൽ നിന്ന് കേട്ട് ഏറ്റവും ഉണങ്ങിയതാണ് എന്ത് ചെയ്യണം? നീ കേൾക്കണം. ദൈവത്തിൽ റേമ ബോർഡ് ഉണ്ട്. ഇൻ എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു ക്യാൻ ഹിയർ ഫ്രം ഗാഡ്. ഏറ്റവും ഉണങ്ങിയ താഴ്വരെ കൊണ്ട് നിർത്തി. സ്തോത്രം. ഇന്ന് ഒത്തിരി പാസ്റ്റർമാർ സ്നേഹിതർ എനിക്കുണ്ട്, പല സംഘടനകളിലായിട്ട്, IPC ചർച്ച് ഓഫ് ഗോഡ്, AG ഒക്കെ ആയിട്ട്. ഓരോ ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇവരോട് സംസാരിക്കാൻ ചിലർ ഭയങ്കര നിരാശരാണ്. ഈ പ്രാവശ്യം കിട്ടിയ സഭ ഒരു കൊള്ളത്തില്ല, ഏറ്റവും ഉണങ്ങിയതാ, ഒരു നിരാശരാ. അവർ ഏറ്റവും നല്ലൊരു സഭയാവും, ഉണർവുള്ള സഭ, ആൾക്കാരുള്ള സഭ, ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ശുശ്രൂഷയ്ക്ക്. പക്ഷേ ദൈവം കൊണ്ട് നിർത്തും ചിലപ്പോൾ ഏറ്റവും ഉണങ്ങിയെടുത്തായിരിക്കും. നിനക്കൊരു ദൗത്യമുണ്ട്. സൺ ഓഫ് മാൻ, യു പ്രൊഫസൈ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട് ഒരു ഉണങ്ങിയ താഴ്വരയായിരിക്കാം. നിങ്ങൾ പ്രവചിക്കണം, ദൈവത്തിന് കേൾക്കണം. ദൈവത്തിന് ഒരു സന്ദേശം, റേമ വേർഡ് എന്ന് പറയും. റേമ വേർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാ രോഗത്തിനും ഒരു മരുന്ന് കഴിക്കുന്നവരാണ് മലയാളികൾ. പണ്ട് ഏതോ ഡോക്ടർ കുറിച്ച് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ ഓവർ ദ കൗണ്ടർ നമ്മളോട് ചെന്നിട്ട് പറയും ഒരു പാരസെറ്റമോൾ വേണം, അല്ലെങ്കിൽ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. ഒരു വിധപ്പെട്ട പണ്ടൊരാൾ ഏത് രോഗം പറഞ്ഞാലും മരുന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചോദിച്ചു, മെഡിസിൻ പഠിച്ചിട്ടുണ്ട്? ഇല്ല, രോഗി മൂത്ത് വൈദ്യനായത്. ഒരു വിധപ്പെട്ട രോഗം എല്ലാം ഉണ്ട്, അതുകൊണ്ട് എല്ലാ മരുന്നും അറിയാം. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അസിഡിറ്റി ഓമിപ്രസോൾ കഴിച്ചാൽ മതി. അപ്പോൾ കേട്ടോ വിചാരിക്കും MBBS കഴിഞ്ഞാൽ. MBBS കഴിഞ്ഞാലല്ല, രോഗമൂത്തായതാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട ആത്മീയ രോഗത്തിനെല്ലാം നമുക്ക് ഏതാണ്ടൊരു പ്രതിവിധി, ഒറ്റമൂലിയൊക്കെ ഇരിപ്പുണ്ട്. ഹലോ. ചില വർക്കൗട്ട് ചെയ്യത്തില്ല, ചിലപ്പോൾ ഒത്താലൊത്തന്നേ ഉള്ളൂ. പണ്ടൊരു ഡോക്ടർ പറഞ്ഞു, വൈകുന്നേരം കിടക്കാൻ നേരത്ത് രാത്രിയിൽ ഒരു ഗുളിക കഴിക്കുക, പിന്നെ രാവിലെ എഴുന്നേക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടെ കഴിച്ചോളാൻ. മിക്കവാറും ഇത് കഴിച്ച് എഴുന്നേക്കാൻ സാധ്യത. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാത്തിനും ചില ഒറ്റമൂലികളുണ്ട്. പക്ഷേ ദൈവശബ്ദം കേൾക്കണം. സ്പെസിഫിക്കലി ദൈവം നിന്നോട് അരുളി ചെയ്യും. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? വിടുതൽ ലഭിക്കുന്നില്ലേ? സാമ്പത്തിക ബന്ധനങ്ങളുണ്ടോ? തലമുറ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, സഭ ഉണങ്ങിയിരിക്കുന്നു, ആത്മീകമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? യു ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ദെയർ ഈസ് എ സ്പെസിഫിക് വേർഡ് ഓഫ് ഗാഡ് ഫ്രം ദ ലോർഡ്. സൺ ഓഫ് മാൻ, യു പ്രൊഫസൈ. നീ പ്രവചിക്കുക. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഏത് ഗിവൺ സിറ്റുവേഷനിലും ഗാഡ് ഹാസ് എ വേർഡ്, ഗാഡ് ഹാസ് എ പ്രൊഫറ്റിക് വേർഡ്. ദൈവം നിന്നോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. Come on, quicken the spirit tonight. Holy Spirit, move in a mighty way. Oh, Raisakaba, fire in the name of Jesus. Sukabaraba, Shandalaraba, who hetokobosi, ya Shakabareba, Kura Baba, Sekatikiria, Lukabaraba, Sekene, Zentolo Rokobosia, Waitakabarama, Sendera. Holy Spirit, quicken thy people. Rebuke that devil. Rebuke in Jesus' name. Holy Spirit, take over. Rukaba Selere, in the mighty name of Jesus. Saitakabarabara. നീ നേരിടുന്ന ഏത് വെല്ലുവിളിക്കുള്ള ആൻസർ പരിശുദ്ധാത്മാവാണ്. അതെങ്ങനെയാണ് പാസ്റ്ററെ അങ്ങനെ പറഞ്ഞാൽ? ദാവീദിനോട് ചോദിച്ചാൽ പറയും, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും വന്നു. I was not trained in the martial arts, but suddenly the Holy Spirit came upon me. Hallelujah. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു, ഞാൻ കരടിയെ കീറിക്കളഞ്ഞു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യും? വെറും കൈ കൊണ്ട് സിംഹത്തെ കീറിക്കളഞ്ഞു. ഇമ്പോസിബിൾ. നടക്കും. ഇന്ന് കർത്താവ് പറയുകയാണ്, അന്ധകാരങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ, പട്ടണത്തിൽ ഉണർവിനെ കൊണ്ടുവരണമെങ്കിൽ നാം ദൈവാത്മാവിൻ്റെ ശക്തി പ്രവഹിക്കുന്ന വാഹകരായി മാറണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. യോശുവ 3:15 പറയുന്നത്, കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും, പക്ഷെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിലേക്ക് ടച്ച് ചെയ്തപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി മാറി.
The ark of God was carrying the glory of God. And tonight we are the ark of God. We are the ark of God. Paul said, you are the temple of the Holy Spirit. ആത്മസാന്നിധ്യത്തിൻ്റെ ടെമ്പിൾ നമ്മളാണ്. നമ്മൾ ആത്മസാന്നിധ്യവുമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അന്ധകാര ശക്തികൾ നിലവിച്ചോളും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ത്യയിലെ പിശാചിൻ്റെ പല ശക്തി കേന്ദ്രങ്ങളിൽ ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ച് ശാസിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും പോയി ശാസിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പിശാചിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ, കൽക്കട്ടയിലെ കാളിഘട്ടിനകത്ത് കയറി പ്രാർത്ഥിച്ച് ശാസിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. കൽക്കട്ടയിൽ പ്രാർത്ഥിക്കാൻ പോയി, ശുശ്രൂഷയ്ക്ക് പോയതാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ പറഞ്ഞു, പാസ്റ്റർ വാ നമുക്ക് സിറ്റി മുഴുവൻ പോയി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചെല്ലുമ്പോൾ ആ പട്ടണത്തിൽ മുഴുവനും അന്യാരാധനയാണ്. ആളുകൾ രാവിലെ വന്ന് ഭജൻ ഒക്കെ ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭജൻ. അതുകൂടാതെ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഇന്ത്യയിലെ പൈശാചിക മണ്ഡലത്തെ ശക്തിപ്പെടുത്തുന്ന ഹൈന്ദവ ആരാധനകളും ശക്തികളുണ്ട്. അതിന് നടുവിലാണ് ഈ പ്രാർത്ഥിക്കാത്ത ബന്ധികോസുകാരൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിടത്ത് ചെന്നപ്പം അമ്പലത്തിൽ ക്യൂ നിൽക്കുകയാണ്. രാവിലെ അവൻ പ്രാർത്ഥിച്ച് ദേവനോട് അനുഗ്രഹം വാങ്ങിച്ച് പൂജാരിയുടെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങിച്ച് എന്ന് പറയുന്ന നൈവേദ്യമൊക്കെ മേടിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാനും പോയി ക്യൂ നിന്നു, അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ക്യൂ നിന്നു. ആമേൻ. എൻ്റെ മുമ്പിലുള്ളവർ വരെ ഇത് മേടിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ശാസിച്ചിട്ട് അവിടെ നിന്ന് പോയി. അതിൽ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, നീയാണ് ദൈവത്തിൻ്റെ പെട്ടകം, നീയാണ് ദൈവത്തിൻ്റെ മന്ദിരം, നീയാണ് പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സാത്താന്യ ശക്തികൾ ദാഗോൻ തകർന്നു വീഴും പെട്ടകം കൊണ്ടുപോയി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പെട്ടകത്തിൽ മഹത്വമുള്ളത് കൊണ്ട് ദാഗോൻ തകർന്നേ മതിയാകൂ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാനും നീയും ദൈവമഹത്വം വഹിക്കുന്നവരായി. പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടങ്ങനെ നടന്നു, പിന്നിങ്ങനെ നടന്നു എന്നല്ല. ഇന്ന് രാത്രി മഹത്വം കൊണ്ട് നിറയാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ബി കാരിയേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബി കാരിയേഴ്സ് ഓഫ് റിവൈവൽ ഫയർ ടുനൈറ്റ്. കാത്തിരിക്കണം, മണിക്കൂറുകൾ ദൈവം ഇരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത്. പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരുന്നല്ല, അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച് വായിക്കണം. പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയെന്നാ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പെന്തിക്കോസ് നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, ഫെസ്റ്റിവലാണ്. ആമേൻ. അവർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുകയാണ്. ഔട്ട്സൈഡ് they had a festive spirit. They were celebrating in the Jerusalem temple. ജെറുസലേം ദേവാലയത്തിൽ അവർ ഫെസ്റ്റിവിറ്റിയും പള്ളിപ്പെരുന്നാളും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു വലിയ മാൻഡേറ്റുമായി ദൈവസന്നിധിയിൽ ഉപവസിച്ചെന്ന് എഴുതിയിട്ടില്ല, കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ us. It's going to be a epoch making. ഇത് ചരിത്രം സൃഷ്ടിക്കുന്ന സംഭവമാകാൻ പോവുകയാണെന്ന് അവർക്കറിയാം. ഇന്ന് രാത്രി ഓർത്തോളം, നീ ദൈവസന്നിധിയിൽ എത്ര ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിക്കും? ഉപവാസമാണെങ്കിൽ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും? ഹോളി സ്പിരിറ്റ് എംപവർമെൻറ്റിന് വേണ്ടി, ഇൻഫില്ലിങ്ങിന് വേണ്ടി എത്ര മണിക്കൂർ ദൈവസന്നിധി നിങ്ങൾ ഇരിക്കും? യു നീഡ് ടു കീപ്പ് ഓൺ പ്രേയിങ്. ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ 5, 6, 7 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ. DGS ദിനകരൻ, പോൾ യോങ്കിച്ചോ, പിന്നെ മറ്റൊത്തിരി ആഫ്രിക്കയിലെ വലിയ പാസ്റ്റേഴ്സിൻ്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. Hours and hours and hours they pray, they sit in the presence of God. ശക്തി നമ്മളിലല്ല, ശക്തി ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി നീ ഒരു പവർ സെൻറ്ററായി മാറാൻ ദൈവം ആഗ്രഹിക്കുക. ആ ഡൈനമോ വർക്ക് ചെയ്യുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നത് പോലെ, ഇറ്റ് ഡസന്റ് ഹാവ് ഇറ്റ്സ് ഓൺ പവർ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുക എന്ന് പറഞ്ഞു. അവർ കാത്തിരുന്നു. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ ഹല്ലേലൂയ, അവർ വിചാരിച്ചു ഇറ്റ്സ് ഗോയിങ് ടു ബി ജസ്റ്റ് അനദർ ഓർഡിനറി ഡേ. ഇത് മറ്റ് ദിവസം പോലെ തന്നെ, ഇന്നലെ വരെ ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല, ഇന്നും ഇതൊരു സാധാരണ ദിവസമാണെന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കാത്തിരുന്ന് ക്ഷീണിക്കണ്ട, പ്രാർത്ഥിച്ച് ക്ഷീണിക്കണ്ട, ഉപവസിച്ച് ക്ഷീണിക്കണ്ട. പെട്ടെന്നായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ സഡൻലീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പെട്ടെന്നുകൾ വേദപുസ്തകത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഓർഡിനറിയെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ കഴിയുന്ന, നാച്ചുറലിനെ സൂപ്പർ നാച്ചുറൽ ആക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വിസിറ്റേഷൻ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. സഡൻലി, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അവരെ മാത്രമല്ല, അവരുടെ വീടിനെ നിറച്ചു.
2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞു. ദ സെയിം വിൽ ഹാപ്പൻ അഗെയിൻ. 2 ദിനവൃത്താന്തം 7:14 വാക്യം നമുക്കറിയാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. നമ്മൾ പലരെയും താഴ്ത്തി പ്രാർത്ഥിക്കും. കർത്താവെ, ചാക്കോച്ചൻ ബ്രദറിനെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു, മറിയാമ്മ സഹോദരിയെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, അന്വേഷിച്ചാൽ മാത്രം പോലെ ദുർമാർഗം വിട്ടുതിരിയണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കുറവുകൾ ആത്മീയമായിട്ട് നമുക്കുണ്ടോ അത് വിട്ടുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ദേശത്തുണർവുണ്ടാകണമോ? ദൈവമക്കൾ ദൈവസന്നിധി താഴണം, നെടുമ്പാട് വീഴണം, വീണ് കിടന്ന് പ്രാർത്ഥിക്കണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. റുഗബാ ലമന ഹസ്തനാധാര ശീകൽ പ്രഭാതന രഗജന. ദർ ഇസ് പോസിബിലിറ്റി. കഥ പറഞ്ഞ് ഞാൻ ചെയ്യാം. ശലോമോൻ പ്രാർത്ഥിച്ചു, തീ ഇറങ്ങിയില്ലേ? കാബോദ് ഇറങ്ങിയില്ലേ? പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം the temple was filled with the glory of God. God says it will happen again. It will happen again. History will happen again. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം പറഞ്ഞ് ചെയ്യാം. അപ്പോൾ പെന്തിക്കോസ്ത് നാളിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഓർത്തോണം. കൊടുങ്കാറ്റടിച്ച ലോകം അറിയും. റീത്ത കൊടുങ്കാറ്റ് അമേരിക്കയിൽ ന്യൂ ഓർലിയൻസിൽ അടിച്ചു. ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തല്ലേ. 1901 മുതൽ 6-7 വരെയുള്ള കാലഘട്ടം ഉണർവിൻ്റെ കാലഘട്ടമായിരുന്നു. അസൂസയിൽ ഉണർവുണ്ടായി. അന്നത്തെ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ചരിത്രപരമായി മാറി. ഒരു സ്തോത്രം പറയാമോ? ദൈവത്തിന് ഹല്ലേലൂയ ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. അത് നാളുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വില്യം സെയ്മൂർ, ഒരു കറുത്തവർഗക്കാരൻ, ഒരു കണ്ണിന് ചുവയെ കാഴ്ചയില്ലാത്ത മനുഷ്യൻ. കറുത്തവർഗക്കാർക്ക് അന്ന് വിവേചനമുണ്ടായിരുന്ന കാലഘട്ടം. സായിപ്പിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ചെന്നിട്ട് തിണ്ണയിലിരുന്നോളം പറഞ്ഞു, ബാക്കിയുള്ളവരകത്തായിരിക്കുന്നത്. അദ്ദേഹം പുറകോട്ട് പോയില്ല. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. പക്ഷേ ഉണർവിന് വേണ്ടി അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, കൃപാവരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അസൈൻമെൻ്റ് അതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് വേണം? ആമേൻ, എനിക്ക് ഈ ഉണർവിനെ വേണം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഉണർവിനെ വേണം. റബൽ ഖമന റിബത്തന റബ ശബലതരമ. എനിക്ക് ഈ ഉണർവിനെ വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഡു ഇറ്റ് അഗെയിൻ ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദ പ്രീ റിക്വിസിറ്റ് ഫോർ റിവൈവൽ ഈസ് നത്തിങ് ബട്ട് ഹങ്കർ ഫോർ ഗാഡ്. ദൈവത്തിനായുള്ള വിശപ്പും ദാഹവുമാണ് ഉണർവിനായുള്ള പ്രീ റിക്വിസിറ്റ്, ക്വാളിഫിക്കേഷൻ. ഒരാമീൻ പറഞ്ഞാട്ടെ. ലോകഭാസനഹീനിയ പ്രവചന. ദാഹമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ്. നമുക്ക് എന്ത് വേണം? മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിൻ്റെ പ്രകടമായ വെളിപ്പെടലിനായി പ്രാർത്ഥിക്കും. കൊടുങ്കാറ്റടിച്ചു, ആ പട്ടണം ഇളകി. യെരുശലേമിലെ വലിയ പള്ളിയിൽ ആരാധിക്കാൻ വന്നവരെല്ലാം മർക്കോസിൻ്റെ മാളിക മുറിയുടെ മുറ്റത്ത് വന്നു. ഇതാ ഉണർവ്. ഒരാമീൻ പറയാൻ പറ്റുമോ? ചലനങ്ങൾ, ഈ പട്ടണത്തെ ചലിപ്പിക്കുന്ന ഉണർവ്. ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവം സഭ തന്ന ആലയം. എത്രയോ പേര് ഒരു ആലയം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഈ പട്ടണത്തിന് നടുവിൽ ഹൃദയഭാഗത്ത് ആലയം ലഭിച്ച PMG ചർച്ചിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഈ പട്ടണത്തിൽ ഉണർവുണ്ടാകണം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. യു നോ, യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. പിതാക്കന്മാർ വില കൊടുത്തിട്ടാണ് ഇത് കിട്ടിയത്. ദൈവാലോചനയിൽ കിട്ടിയ സ്ഥലമായത്. ഇവിടെ നിന്ന് ഉണർവ് പൊട്ടി പുറപ്പെടണം. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഹല്ലേലൂയ. ഞാൻ കളമശ്ശേരിയിലായിരുന്നപ്പോൾ വളരെ വില കൊടുത്തു എന്ന് വേണേൽ പറയാം. ഒരുപാട് ഉപവാസിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ ശരീരം കുഴഞ്ഞതാ ഒരു കാലത്ത്. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദീർഘവർഷങ്ങൾ അവിടെ പ്രവർത്തിച്ചു. എനിക്ക് വിദേശ രാജ്യങ്ങളിലും നല്ല നല്ല സഭയിലൊക്കെ ട്രാൻസ്ഫർ കേന്ദ്രം തരുമ്പം ഞാൻ പറയും ഞാൻ പോകത്തില്ല, കാരണം എനിക്കിവിടെ നിൽക്കാനാണ് വിഷൻ. ഞങ്ങളുടെ സൂപ്രണ്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞു, പോയി നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്, നീ അതിവിടെ കളയരുത് എന്ന് പറഞ്ഞു. ഇവിടെ വലിയ പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു സ്ഥലം, ഞങ്ങൾക്ക് വേണം നിന്നെ നല്ല സഭകളിൽ. ഞാൻ പറഞ്ഞു, നോ, ദൈവം എന്നോട് പറയുന്നു. അവിടെ നിന്നു. ഒടുവിൽ ഒരു നല്ല ആലയമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയത്. അതിനുള്ള സാധ്യതയൊന്നും അവിടെ ഇല്ല ഭൗതികമായിട്ട്. സ്തോത്രം. അനേകരെ സ്നാനപ്പെടുത്തി. 2 ഭാഷയിൽ ആരാധന, ദൈവപ്രവൃത്തികൾ, ഭയങ്കര ആത്മപകർച്ചകൾ. റിയലി എൻജോയ്ഡ് ദാറ്റ്. പക്ഷേ ലേറ്റർ ഓൺ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ
സ്തോത്രം. ഇന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ആലയത്തിനകത്തിരുന്ന് വഴക്കമുണ്ടാക്കി ഈ കമ്മിറ്റിയും കൂടി പ്രൈസിലോ കുറഞ്ഞും താണും, അവർ പിന്നെയും കുറഞ്ഞും താണും പോയി. യു അണ്ടർസ്റ്റാൻഡ്? ഹലോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് പിതാക്കന്മാർ വില കൊടുത്തപ്പോൾ കിട്ടിയതാ. ഇതിനകത്തുനിന്ന് ഉണർവിൻ്റെ അലകൾ പിന്നെ ഉയരണം, ആത്മനദി ഒഴുകണം. എസെക്കിയേൽ 47:37 ഉണങ്ങിയ അനുഭവത്തിലുള്ള മറുപടി, ആൻറ്റിഡോട്ട്, അതിനുള്ള മരുന്ന് എവിടെയാ? 47 വായിക്കണം. എസെക്കിയേൽ 47 വായിക്കുമ്പോൾ എസെക്കിയേൽ ഒരു കാഴ്ച കാണുകയാണ്. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു ആത്മനദി ഒഴുകുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. The river of the Holy Spirit is flowing from the threshold of the temple. ഈ പട്ടണത്തിലേക്ക് നദി ഒഴുകേണ്ടത് ഇവിടുന്ന് ഉമ്മരപ്പടിയുടെ ചുവട്ടിൽ നിന്ന് ഒഴുകണം. ഒരു സ്തോത്രം പറഞ്ഞേ. ആത്മനദി ഒഴുകുകയാണ്. അതിനകത്തേക്ക് എസെക്കിയേൽ ഇറങ്ങിയെന്നും വായിക്കുന്നു. പട്ടണത്തിൻ്റെ ഉണർവ് നിന്നിൽ നിന്ന്. മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്നൊരു നദി ഒഴുകി, ആത്മശക്തി കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന കിഴക്കേതിനിൽ യഹോവയായ ദൈവം ഒരു നദിയെ സൃഷ്ടിച്ചു. 4 ശാഖകളായി പിരിഞ്ഞൊഴുകി. ഹല്ലേലൂയ. പീശോൻ എന്നും ഹിദ്ദക്കൽ എന്നും യൂഫ്രട്ടീസ് എന്നും ഫ്രാത്ത് ഒക്കെ പേരുകളുണ്ട് അതിന്. അതിൻ്റെ അവിടുത്തെ പേരുകളുടെ അർത്ഥം തന്നെ അതിവേഗത്തിൽ പോകുന്നത്, ലൈക്ക് എ ഡാർട്ട്, സ്വിഫ്റ്റ്, വേഗതയുള്ളതെന്നൊക്കെയാണ്, കുതിച്ചു പായുന്നതെന്നൊക്കെയാണ് നദികളുടെ പേരിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആത്മനദിയുടെ പ്രത്യേകത പ്രതികൂലങ്ങളെ മറികടന്ന് കുതിച്ചു പായുന്നതാണ്. എത്ര പേർ ആമീൻ പറയും? 2018 വെള്ളപ്പൊക്കം കണ്ടു. ഈ വെള്ളത്തെ തടയാൻ ഇവിടുത്തെ ആർക്കും പറ്റിയില്ല. സ്തോത്രം. വെള്ളത്തിൻ്റെ ശക്തിയായ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ആത്മാവിൻ്റെ നദിയെ വേദപുസ്തകം പറയുന്നത് യഹോവയുടെ ശ്വാസം കെട്ടി നിൽക്കുന്നതും തള്ളിപ്പായിക്കുന്നതുമായി നദി പോലെ പണം. ആ ഡാം തുറന്നു വിട്ടതുപോലെ ഒരു ആത്മശക്തി ഇതിനകത്തുനിന്ന് പുറപ്പെട്ടാൽ ഇന്ത്യ കീഴടങ്ങും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. സഭയ്ക്കകത്തുനിന്ന് പുറപ്പെടുന്ന ആത്മസാന്നിധ്യം, ആത്മശക്തി ഭാരതത്തിലെ അന്ധകാരങ്ങളെ കീഴടക്കുന്ന ഒരു വലിയ ദൈവശക്തി കൊടുങ്കാറ്റ് പോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് നെടുമ്പാട് വീഴാൻ കഴിയുമോ? കർത്താവേ, ഒരിക്കൽ കൂടെ ശക്തി മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച ശിംശോനെ പോലെ. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രയർ വാസ് ദാറ്റ്, ലോർഡ് വൺ മോർ ടൈം. തെറ്റ് പറ്റിപ്പോയപ്പാ. പക്ഷേ ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരിക്കൽ കൂടെ ഈ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ. ഐ നോ ദാറ്റ് ഇസ് മൈ മിഷൻ, ദാറ്റ്സ് മൈ മാൻഡേറ്റ്. എന്നെ ദൈവം അഭിഷേകം ചെയ്തത് ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യാനാ. ലോർഡ്, ഐ നോ നൗ ഐ ആം എ ഫെയിലിയർ, ബട്ട് ഐ പ്ലീഡ് വൺ മോർ ടൈം. ഹല്ലേലൂയ. സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഒരിക്കൽ കൂടെ ശക്തി മടക്കി തരണമേ, ഒരിക്കൽ കൂടെ ശക്തി മടക്കി തരണമേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇന്ത്യയുടെ ഉണർവിനായി ശക്തിയെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ലോർഡ് യൂസ് മീ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇവാൻ റോബർട്ട്സിന്റെ പ്രാർത്ഥന. വെയിൽസിലെ ഉണർവിന് ദൈവം ഉപയോഗിച്ച കൽക്കരി ഖനി തൊഴിലാളിയായിരുന്ന ചെറുപ്പക്കാരൻ ഇവാൻ റോബർട്ട്സ് അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വെയിൽസിൻ്റെ ഉണർവിനായി 14 വർഷം അനേകർ പ്രാർത്ഥിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, 1-2 വർഷമല്ല ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ബെൻ മീ ഓ ലോർഡ്. തൻ്റെ പ്രാർത്ഥന അതായിരുന്നു, ദൈവമേ എന്നെ ഒന്ന് വളയ്ക്കണമേ. ബെൻ മീ ഓ ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബെൻ മീ ഓ ലോർഡ്. പ്രാർത്ഥന ദൈവം മൂവ് ചെയ്യാൻ തുടങ്ങി. ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കൂടൂ, നൈറ്റ് പ്രയറിന് കൂടൂ, മോർണിംഗ് പ്രയറിന് കൂടൂ. ഹല്ലേലൂയ. ഉപവസിക്കാതെ പ്രാർത്ഥിക്കാൻ കൂടൂ. ദാഹത്തോടെ ദൈവത്തോട് കരയൂ. ഇതൊരു ഉണർവായി മാറും. ചേർന്ന് സ്തോത്രം ചെയ്യാം. മാസത്തിലൊരിക്കലും 3 ദിവസം പ്രാർത്ഥന പോരാ. ദിനംതോറും പ്രാർത്ഥിക്കാൻ കൂടൂ. കൊറിയയിൽ എങ്ങനെയാ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടൂ. ദൈവത്തിന് ഉണർവിടെ പൊട്ടിപ്പുറമണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. ആർക്കും തടയാൻ കഴിയാത്ത ഉണർവിടെ ഉണ്ടാകും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ പോലെ. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ബിക്കെയിം വിസിബിൾ. ഇന്ന് രാത്രി ഓർത്തോണം, കാണത്തക്ക നിലയിൽ ദൈവം ചിലത് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? അവർ നിറഞ്ഞു. സ്തോത്രം. ഇതുവരെ സംസാരിക്കാത്ത ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ദാറ്റ്സ് കോൾഡ് സൂപ്പർ നാച്ചുറൽ. ചർച്ച് എന്ന് പറഞ്ഞ സൂപ്പർ നാച്ചുറൽ. ഒരു ആമീൻ പറഞ്ഞേ. സൂപ്പർ നാച്ചുറൽ കൊണ്ട് മാത്രമേ സൂപ്പർ നാച്ചുറൽ പവറിനെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തെ ഭരിക്കുന്നത് എന്താണെന്ന് എഫേസ്യ ലേഖനം 6 പൗലോസ് പറയുന്നുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിൻ്റെ ലോകാധിപതി സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാ. മന്ത്രവാദികളും അഘോരികളും ശവന്തീനികളും പ്രൈസ് ഗോഡ്
ഹല്ലേലൂയ, നഗ്ന സന്യാസിമാരും കുംഭമേളക്കാരും, ഹല്ലേലൂയ, ആമേൻ, ഇങ്ങനെ തപസ് ചെയ്ത് ആത്മമണ്ഡലത്തിലെ അന്ധകാര ശക്തികളിൽ നിന്ന് ശക്തി പ്രാപിച്ചവരൊക്കെ ദേശത്തെ നിയന്ത്രിക്കുമ്പോൾ നിനക്ക് ദൈവവുമായൊരു ബന്ധമില്ലെങ്കിൽ നീ എങ്ങനെ അതിനെ കീഴടക്കും? ഒരു സ്തോത്രം പറഞ്ഞേ. ആഫ്രിക്കയിലെ ഉണർവിനെ ബെൻസനി ഡാഹോസയെ പോലുള്ള ദൈവദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. കാരണം മണിക്കൂറുകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നവർ. ഏലിയാവ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയും, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. പറഞ്ഞതാ. ഒരു സ്തോത്രം എന്ന് പറയാൻ പറ്റുമോ? നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ചലിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി അതിലേക്ക് നമുക്ക് മടങ്ങി വരണം. രാമീൻ പറയാമോ? ദൈവവുമായുള്ള ബന്ധത്തിലേക്ക്. ദേശത്തെ ആഹാബ് ഞെട്ടി ഏലിയാവിനെ കണ്ടപ്പോൾ, എൻ്റെ ശത്രുവെ നീ എന്നെ കണ്ടെത്തിയോ? ഇന്ന് രാത്രി ഭരണാധിപന്മാർ ഭയപ്പെടത്തക്ക നിലയിൽ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ മാൻഡേറ്റ് വഹിക്കുന്നവരാകുവാൻ ഇന്ന് രാത്രി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അഡൽ കമൻ റിബത്തുനഗജഗസിയ 2-ാം അധ്യായത്തിൽ ഒരു ആത്മാവിൽ നിറഞ്ഞ് അവിടെ കൊണ്ട് തീർന്നില്ല. ആമൻ ഒരു വലിയ റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ. See, with the power of Pentecost, they are reaching out the unreached. എന്തിനാ ഇതിനകത്തുണർവ്? സുവിശേഷം എത്താത്ത ചില ഇടങ്ങളിൽ കീഴ്മേൽ മറിക്കാനാണ്. ചേർന്ന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇസ് വെരി സ്ട്രാറ്റജിക്. ഹോളി സ്പിരിറ്റ് ഇസ് വെരി സ്ട്രാറ്റജിക്. ആരെയാണ് സൗഖ്യമാക്കിയത്? എല്ലാവർക്കും അറിയാം. ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ വാതിക്കൽ, ഇപ്പോൾ മണറാട്ട് പള്ളിയുടെ വാതിക്കലോ ഇവിടുത്തെ ഏതെങ്കിലും വലിയ പള്ളിയുടെ പേര് പറഞ്ഞു വാതിക്കൽ ഇരിക്കുന്ന ഭിക്ഷക്കാരനെ എല്ലാവർക്കും അറിയാം. എല്ലാ ഞായറാഴ്ച മൂവിനെ കാണുന്ന അവനെ കയറി തൊട്ടു, അവൻ ചാടി എഴുന്നേറ്റു. എടാ, ഇവൻ ഇത്രയും നാൾ ഇങ്ങനെ ഇരുന്നവനെ നമ്മൾ എത്ര പ്രാവശ്യം അവന് കാശ് കൊടുത്തിട്ടുണ്ട്. അവൻ നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി തുള്ളി അവൻ ശലോമോൻ്റെ മണ്ഡപം വരെ പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടി. ഒരൊറ്റ അത്ഭുതം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വിടുവിക്കപ്പെട്ടു. ഒരു സ്തോത്രം എന്ന് പറയാൻ പറ്റുമോ? ചർച്ച്, വിത്തൗട്ട് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ we cannot take the cities for God. ദൈവത്തിന് വേണ്ടി പട്ടണങ്ങളെ പിടിക്കണമോ, ആത്മശക്തിയുടെ പ്രദർശനശാലയായി മാറണം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. റാന്തുലു റിബിഹീനിയ, ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഇറങ്ങി നടക്കുമ്പോൾ നിഴലടിക്കുമ്പോൾ ജനം സൗഖ്യമാകുക. ആത്മസാന്നിധ്യം കവിഞ്ഞൊഴുകുക. സ്തോത്രം. കവിഞ്ഞൊഴുകുന്ന ദൈവസാന്നിധ്യം നിഴലടിക്കുമ്പോൾ ജനം സൗഖ്യമാകും. ഒരു സ്തോത്രം എന്ന് പറയും. ഇന്നും നടക്കുന്നുണ്ട് അത്ഭുതങ്ങൾ. നിങ്ങൾ വാഞ്ചിച്ചാൽ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിനെന്ന കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഇറ്റ്സ് ബിക്കോസ് യു ഡോണ്ട് ഡിസയർ, യു ഡോണ്ട് ഗെറ്റ്. വെൻ യു ക്രൈവ് ഫോർ ഇറ്റ്. വാഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്യാർത്ഥി പോലൊരാഗ്രഹം, ദൈവത്തിൻ്റെ വരങ്ങൾക്കായുള്ളൊരു ആഗ്രഹം. വാഞ്ചിപ്പിൻ. ക്രൈവിങ് ഫോർ ഗോഡ്സ് ഗിഫ്റ്റ്സ്. ദൈവം പകരും. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് ഈ ഉപവാസ പ്രാർത്ഥന അത്ഭുതം നടക്കാൻ? നമ്മൾ പ്രാർത്ഥിക്കാത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു മുടന്തന് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചർച്ച് എക്സ്പെക്ട് ദാറ്റ് when the Lord is there it will happen. ഒരു ആമീൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് പ്രതീക്ഷയുണ്ട്? 4-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നത് എഗെയിൻ പെന്തിക്കോസ് വെളിപ്പെടാത്തൊരു ദൈവശക്തി. ഒരു പ്രതിസന്ധി വന്നു കേട്ടോ. പ്രതിസന്ധി വന്നു. പേഴ്സിക്യൂഷൻ വന്നു, പ്രൊഹിബിഷൻ വന്നു, ആൻറ്റി കൺവേർഷൻ ലോ വന്നു. ഉടനെ അപ്പോസ്തലന്മാരെല്ലാം കൂടെ കയറി, സഭയും കൂടെ മാളിക മുറി കയറി വീണ്ടും ഒരു ഒറ്റ പ്രാർത്ഥന. ഈ പ്രാവശ്യം അവരല്ല കുലുങ്ങിയത്, അവിടെ ഇരിക്കുന്ന വീട് കുലുങ്ങുമാറ ദൈവശക്തി ഇറങ്ങിയെന്ന്. അത്ര ദൈവത്തിന് നമ്മളെ കുലുക്കാൻ പറ്റും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. പിന്നെ അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അടുത്ത അധ്യായം വായിക്കുമ്പം വിശ്വസിച്ചവരുടെ കൂട്ടം പുരുഷന്മാർ തന്നെ 5000, സ്ത്രീകളും കുട്ടികളും കൂടി 20,000. സഭ വളരുകയാണ്. ചർച്ച് ഗ്രോത്ത്. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഓരോ അധ്യായം വായിക്കുമ്പോഴും ആത്മാവിൻ്റെ അതിശക്തമായ തുടിപ്പ് നമ്മൾ കാണുകയാണ്. ഇന്ന് രാത്രി അതിനായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ തീ കത്തുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. റൂഖബ സഖനയ ലൂറാബ. കർത്താവെ അടിയനിത എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞേ. അടിയനിത എന്ന് പറഞ്ഞാട്ടെ. യഹോവ ശമൂവേലി എന്ന് വിളിച്ചതിനെ, at a time when there was no revival, at a time when there was no revelation and prophetic, Samuel heard the word from the Lord. Samuel heard the voice of God. He surrendered himself. Do you hear the voice of God tonight? വെളിപ്പാടില്ലാത്തത്, ഉണർവില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു പുതിയ യുഗം തുറക്കാൻ യഹോവ വന്നു നിന്നു മുമ്പിലത്തെ പോലെ. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ വന്നു
നിന്നു മുമ്പിലത്തെ പോലെ. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം വന്ന് നിൽക്കുന്ന അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? ഈ സഭ അനുഭവിച്ചിട്ടുണ്ടോ? വീണ്ടും ദൈവം വരാൻ പോവുകയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഏലി പറഞ്ഞു കൊടുത്തു, മോനെ ഇനി യഹോവയെ വിളിക്കുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞോണം. ശമൂവേലേ എന്ന് വിളിച്ചാൽ അടിയനിതാന്ന് പറഞ്ഞോണം. ഏലി ഈസ് നോട്ട് കോളിംഗ്, ദ ലോർഡ് ഈസ് കോളിംഗ്. റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ദൈവം വന്നാൽ, ഇനി ദൈവം സന്ദർശിച്ചാൽ നിനക്കത് മിസ് ചെയ്യരുത്. യാക്കോബ് പറഞ്ഞു, യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞില്ല. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ഗേറ്റ് വേ ടു ഹെവൻ. ഇത് സ്വർഗത്തിൻ്റെ കവാടമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തോളമുള്ള കോവണിയെത്തുന്ന അസാധാരണ കാഴ്ചകൾ യാക്കോബ് കണ്ടതുപോലെ നിന്റെ രാത്രികൾ സ്വർഗീയ ദർശനത്തിൻ്റെ രാത്രികളായി മാറട്ടെ. കമോൺ 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 കമോൺ. റാബാ ലാബാ റാബാ. എല്ലാ കണ്ണുകളും അടച്ച് റാബാര ഹനാദന. കർത്താവേ, ഇന്തോനേഷ്യയിൽ അത് ചെയ്തെങ്കിൽ, വെയിൽസിൽ അത് ചെയ്തെങ്കിൽ, അസൂസയിൽ അത് ചെയ്തെങ്കിൽ, ഹെബ്രിഡ്സിൽ അത് ചെയ്തെങ്കിൽ, ഒരിക്കൽ കൂടെ യഹോവേ പണ്ടത്തെ പോലെ ശക്തിയെ തരണമെന്ന് പ്രാർത്ഥിച്ച ശിംശോനെ പോലെ. One more time, Lord. One more time, Lord. Can you pray unto the Lord? Lord, one more time. I need the power of God. Lord, we need the visitation from the Lord. Lord, touch me. Turn around my life. Ignite fire within me, Lord. Come on. Shakabara bala 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 bala. Juda bala 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 bala. Diri biri 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 biri. Se. Logamaski mini handiri yandere re 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 re. Hallelujah. കമോൺ, എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. ആത്മവരങ്ങൾ ലഭിച്ചവരെല്ലാം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കമോൺ. രാധ നാഥ ലഖ ബാബ. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇന്നുവരെ നിർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നീ തുടങ്ങിയാൽ ദൈവം തുടർന്നോളും. നീ തുടങ്ങിയാൽ ദൈവം തുടർന്നോളും. ആർക്കും നിർത്താൻ കഴിയത്തില്ല. പെന്തിക്കോസിനെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Holy Spirit, Lord, manifest thyself tonight, Lord. Lord, we pray for the open heaven. Holy Spirit, touch the people tonight. Ignite the fire upon us, Lord. Holy Spirit, Lord, have mercy upon us, Lord. Have mercy on us, Lord. Give us that, yes, Lord, upward vision, inward vision and the outward vision, Lord. Holy Spirit, hallelujah. ആത്മാവിന്റെ നദിയിൽ ഇന്ന് രാത്രി ഒന്ന് മുങ്ങുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മ നദിയിലേക്ക് ഒന്ന് ഇറങ്ങാം ഇന്ന് രാത്രി. എസക്കിയേൽ ഇറങ്ങിയതുപോലെ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ആ ആത്മനദിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി ആ ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് പോലെ, ആത്മാവിന്റെ നദിയുടെ അനുഭവങ്ങൾ പോലെ, സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന കർത്താവ് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ കാണുന്ന the high and exalted, hallelujah, the one who was, who is and who is to come, the Alpha and Omega, the great and mighty God. Lord, I just want to see you. I just want to see you, Lord. Hallelujah. Tell the Lord, Lord, I want to experience your power, your presence, your glory tonight, Lord. Do it again. Come on. Oh, rabba ba 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 ba, selere. Oh, hallelujah. Oh, gama selere. Oh, ribi bi 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 bahani arada. Holy Spirit, pour out your presence, pour out your power, Holy Spirit. Sanctify us, Lord. Forgive all our sins. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ഇൻസെൻസിറ്റീവ് ആയിരിക്കുന്ന അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധാത്മാവിനെ ക്വെഞ്ച് ചെയ്തിട്ടുള്ളത്, പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്തിട്ടുള്ളത്, ഓ പരിശുദ്ധാത്മാവേ അങ്ങോട്ട് റിബൽ ചെയ്തിട്ടുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ
അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നമുക്ക് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി നമ്മളോട് ആലോചന അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവദാസനെ വളരെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ചതിനായി ആലോചനകൾ ദൈവദാസനോട് പകരുവാൻ ദൈവം ബലപ്പെടുത്തലാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് ഹല്ലേലൂയ സഭയായി നമ്മൾ നയിക്കപ്പെടേണ്ടതിന് നമുക്ക് ദൈവമുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആ തണുപ്പിന്റെ അനുഭവങ്ങൾ മാറി, ആ ലൂക്വാംനെസിന്റെ അനുഭവങ്ങൾ മാറി ഹല്ലേലൂയ യഥാർത്ഥമായി ആ ആത്മാവിന്റെ എരിവിന്റെ അനുഭവത്തിലേക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിന്റെ അനുഭവത്തിലേക്ക്, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വലിയ ഉണർവ് ഹല്ലേലൂയ നമ്മുടെ ഈ പട്ടണത്തിൽ നടക്കേണ്ടതിന്, ഹല്ലേലൂയ നമ്മുടെ ഈ സഭയിൽ നടക്കേണ്ടതിന്, നമ്മുടെ ഈ ദേശത്ത് നടക്കേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് ദൈവഭാഗം നമ്മളെ തന്നെ അടുത്തു ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി പ്രാപിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ ആ അനുഭവത്തിലേക്ക് വീണ്ടും ദൈവം സഭയായി നമ്മളെ നടത്തേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആ വീര്യപ്രവൃത്തികൾ ഹല്ലേലൂയ നടക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി ഹല്ലേലൂയ വീണ്ടും മാനിഫെസ്റ്റ് ആകേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ മാറാനായിട്ട് ഹല്ലേലൂയ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ പൂർണ്ണ സമർപ്പണത്തോടെ ആ ദാഹത്തോടെ ആത്മീയമായിട്ടുള്ള ആ വിശപ്പോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് ഉണർവ് വെളിപ്പെടേണ്ടതിനായിട്ട് ഹല്ലേലൂയ പണ്ട് നടന്ന ആ ഉണർവ് ഹല്ലേലൂയ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കേട്ട മനസ്സിലാകാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാനായിട്ട് ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവദാസനെ ബലപ്പെടുത്തിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇത് പകലും രാത്രിയും ദൈവശുശ്രൂഷ ദൈവദാസനോടുള്ള സഭയായുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ പാസ്റ്റർ ബ്രഹ്മദ്രൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശ്രേഷ്ഠ വിഷയത്തിൽ കൂടി ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ വചനപ്രകാരം കർത്താവെ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ തപ്പമുള്ള കൃപ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഉള്ളിൽ പകരിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദിമ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ സഭയിൽ പകർന്ന വലിയ ഉണർവ്, ആ കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള അനുഭവത്തിൽ, കൊടിയ കാറ്റടിക്കുന്നത് പോലുള്ള അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സഭയിൽ പകർന്നു വന്നതുപോലെ ഞങ്ങളുടെയൊക്കെയും ഹല്ലേലൂയ എല്ലാ സഭകളിലും കർത്താവെ
പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഉണർവ് വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ അനുഭവമായിരിക്കുമ്പോൾ പലയിടത്തും കർത്താവേ ദൈവവുമായി ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകാതെ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമുള്ള ചിന്തകളിലേക്ക് ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ പ്രാർത്ഥനയിൽ സ്ഥിരത പ്രാപിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ഹൃദയദൃഷ്ടിയിൽ ഓരോരുത്തരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളോട് മനസ്സിലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവസ്നേഹത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ഹല്ലേലൂയ, സകല വിഷയങ്ങളുടെ മേലും ശുഭത കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ അത്ഭുതങ്ങൾ നടക്കുവാൻ, അടയാളങ്ങൾ നടക്കുവാൻ, വീരപ്രവൃത്തികൾ നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസനെ ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മൂർച്ചയുള്ളതുമായി ഇവിടെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുമാറാകണം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവാസന്മാരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തലവണങ്ങിരിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇവിടുന്ന് ധാരാളമായി ദൈവനാമഹത്വത്തിനായി തീരുവാൻ തക്കൊണ്ട് ഉപയോഗിക്കുമാറാകണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവേറ്റു ആസന്നമായിരിക്കുമ്പോൾ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ, വിശുദ്ധത്തെ ചൊരുക്കി നിൽക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.